നമസ്കാരം. പിറ്റേ ദിവസം വീണ്ടും ഫൈറ്റ് ആരംഭിച്ചു. ആദ്യത്തെ ഒന്ന് രണ്ട് ഫൈറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ സകലരുടെയും ശ്രദ്ധ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ പ്രധാന ഫൈറ്റിലേക്ക് കടക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം സി കുടുംബത്തിന്റെ സി ഷിയും പുതിയ സെൻസേഷനായ മാർക്ക് ഫെല്ലറും തമ്മിലാണ് ഫൈറ്റ്. ഉച്ച കഴിഞ്ഞതും ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. മാർക്ക് ഫെല്ലറെ കാത്തു നിൽക്കുകയാണ് ആ ഫ്ലോറിൽ സി ഷിയു മാർക്കിനെ കണ്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഒരു കയോട്ടിക് ബോഡിയുമായി ഒന്ന് ഏറ്റുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാലം കുറേയായി. എന്തായാലും എൻ്റെ ആഗ്രഹം ഇന്ന് ഞാൻ സഫലീകരിക്കാൻ പോവുകയാണ്. മാർക്ക്, നമുക്ക് തുടങ്ങിയാലോ? അങ്ങനെ ഷിയു ചോദിച്ചതും മാർക്ക് ഷിയുനോട് പറഞ്ഞു, ഓക്കെ ഷിയുവിൻ്റെ മുഴുവൻ കഴിവും എനിക്കെതിരെ ഉപയോഗിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ മാർക്കിന്റെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് തുടങ്ങി. സ്വാഭാവികമായിട്ടും ഷിയുവിന്റെ ഓറ പുറത്തേക്ക് വന്നു തുടങ്ങിയാണ്. ഷിയുവിന്റെ ബോഡിക്ക് ചുറ്റുമായി ക്രിസ്റ്റൽ ക്ലിയർ ആയ വെളുത്ത പ്രകാശമാണ് പുറത്തേക്ക് വരുന്നത്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു സുവർണ പ്രകാശവും. ആ രണ്ട് ഓറകളും അവരവരുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് ഒരു വല്ലാത്ത പ്രഷർ ചുറ്റും സൃഷ്ടിക്കുന്നുണ്ട്. ഈ സംഭവ വികാസത്തെക്കുറിച്ച് ഏകദേശം ധാരണ ഉണ്ടായിരുന്ന ആ തണ്ടർ കോർട്ട്യാർഡിലെ സീനിയേഴ്സ് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഒരു പ്രത്യേക സിസ്റ്റം തന്നെ അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ചുറ്റുമിരിക്കുന്ന എല്ലാ ആളുകളും ഒരു ചുവന്ന പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. അവരെ ആ ചുവപ്പ് പ്രകാശം പ്രൊട്ടക്ട് ചെയ്യാണ്. സി ഷിയും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള ആ ഫൈറ്റിന് വേണ്ടി ആളുകൾ കാതോർക്കുമ്പോൾ മാർക്ക് മുന്നോട്ട് കുതിച്ചു. അതേ സമയത്ത് തന്നെ ഷിയും മുന്നോട്ട് കുതിക്കുകയാണ്. അതിശക്തരായ ആ രണ്ട് ഫൈറ്റേഴ്സും മുന്നോട്ട് കുതിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ തറ ഒന്ന് കുലുങ്ങുന്നത് എല്ലാവരുടെയും ശ്രദ്ധയപ്പെടുകയും ചെയ്തു. സകലരുടെയും കണ്ണുകൾ ആ രണ്ട് ആളുകളിലേക്കുമാണ്. അവര് ആ രംഗത്തിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ ആ ഗോൾഡൻ ഫിസ്റ്റും ഷിയുവിന്റെ ആ ക്രിസ്റ്റൽ ക്ലിയർ ഫിസ്റ്റും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടി. ശരിക്കും രണ്ട് കൂടുകൾ തമ്മിലുള്ള ആ ഇടി സംഭവിച്ച ആ നിമിഷത്തിൽ രണ്ടുപേരും രണ്ട് സ്റ്റെപ്പ് പുറകോട്ട് മാറി. ഒരു ഡ്രോ. ഷിയു തണ്ടർ കോർട്ട്യാർഡിലെ നമ്പർ 1 ആണ്. മാർക്ക് ഫെല്ലർ ന്യൂ എൻട്രിയുമാണ്. മാർക്ക് ഫെല്ലർ തണ്ടർ കോർട്ട്യാർഡിൽ വന്നിട്ട് ഏകദേശം 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ. ആ മാർക്ക് ഷിയുവിന്റെ ആ ഇടി തടുത്ത രംഗം സ്വാഭാവികമായിട്ടും ആളുകൾക്ക് വല്ലാത്തൊരു കൗതുകം ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് തന്നെ സംഭാഷണം അതിനനുബന്ധിച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. മാർക്ക് ഷിയുവിന്റെ ഇടി തടുത്തിരിക്കുകയാണ്. തലേദിവസവും അന്ന് രാവിലെയും നടന്ന ഫൈറ്റുകളിൽ ഷിയുവിന്റെ പഞ്ച് തടുക്കാൻ പറ്റാതെ ആളുകൾ തറയിൽ വീഴുന്ന കാഴ്ച കണ്ട ആളുകൾക്ക് ഇതൊരു പുതിയ കാഴ്ചയാണ്. ഷിയുവിന്റെ ഇടി ആദ്യമായി ഇതാ ഒരാൾ തടുത്തിരിക്കുന്നു. ഷിയുവിന്റെ മുഖത്ത് ഇപ്പൊ ഒരു പുഞ്ചിരിയുണ്ട്. ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ റെപ്യൂട്ടേഷൻ നീ നിലനിർത്തിയിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിയു വീണ്ടും മുന്നോട്ട് കുതിച്ചു. സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറും അവർ തമ്മിലുള്ള ആ ഫൈറ്റ് പെട്ടെന്ന് ആ ഫൈറ്റിനെ തലം ഉയർത്തുകയാണ്. രണ്ടുപേരുടെയും ഉരുക്ക് മുഷ്ടികൾ പരസ്പരം കൂട്ടിമുട്ടുകയാണ്. കണ്ണടച്ച് തുറക്കും മുമ്പ് ഡസൻ കണക്കിന് പഞ്ചാണ് മാർക്ക് ഫെല്ലർ ഷിയുവിന് നേരെ തൊടുത്തത്. ഷിയും അതുപോലെ തന്നെ മാർക്കിനെതിരെ പഞ്ച് ചെയ്യുകയാണ്. അവരുടെ ആ ഉരുക്ക് മുഷ്ടികൾ തമ്മിലുള്ള ആ കൂട്ടിമുട്ടൽ അങ്ങനെ തുടരുന്നതിനിടയിൽ അവരുടെ ആ പഞ്ചിന്റെ സ്വഭാവം മാറി. രണ്ടുപേരുടെയും പഞ്ച് ഇപ്പോ ഡിഫൻസിലല്ല അറ്റാക്കിലേക്ക് മാറി. മാർക്ക് ഫെല്ലർ ഷിയുവിന്റെ ബോഡി ലക്ഷ്യമാക്കി പഞ്ച് ചെയ്യുമ്പോൾ ഷിയും മാർക്കിന്റെ ബോഡി ലക്ഷ്യമാക്കി പഞ്ച് ചെയ്യുകയാണ്. ആ പഞ്ച് ഏകദേശം 10-20 മിനിറ്റ് ആകുമ്പോൾ കാണികളുടെ കണ്ണ് പൂർണ്ണമായും ആ വെനുവിലേക്കാണ്. അവർക്ക് ഷിയുവിനെ മാർക്കിനെ തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ രണ്ടുപേരും അതിവേഗം ചലിക്കുകയും അവരുടെ പൊസിഷൻസ് മാറുകയും ചെയ്യുകയാണ്. ഇടതുവശത്ത് നിൽക്കുന്ന ഷിയു വലത്തേക്കും അതുപോലെ വലത്ത് നിൽക്കുന്ന മാർക്ക് ഇടത്തേക്കുമൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയില മാറുന്നത്. അതുകൊണ്ട് ആരെ ഇടിക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ കണ്ണ് ആ വെനുവിലേക്ക് തന്നെ കേന്ദ്രീകരിക്കേണ്ടി വരും. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും അത് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അവരുടെ കണ്ണുകൾ പൂർണ്ണമായും ആ വെനുവിലാണ്. ഈ സമയത്ത് ആളുകൾക്ക് ഇതൊരു വല്ലാത്ത ആവേശം ഉണ്ടാക്കുന്നുണ്ട്. എൽഎസ്എൽ ചിലർ കമന്റുകൾ പറഞ്ഞു തുടങ്ങിയാണ്. എന്തായാലും തണ്ടർ കോർട്ട്യാർഡിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ഫൈറ്റാണ് നടക്കുന്നത്. അത് കേട്ടപ്പോൾ ഡീൻലിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അദ്ദേഹത്തിന്റെ കുട്ടികളാണല്ലോ സ്വാഭാവികമായും രണ്ടുപേരും. തണ്ടർ കോർട്ട്യാർഡ് ആളുകളെ പരിശീലിപ്പിക്കാനായി ഉണ്ടായിരിക്കുന്ന സ്ഥാപനമാണ്. അവിടെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ നിലവാരം ഉയരുമ്പോൾ സ്വാഭാവികമായും ആ ഡീനിന്റെ മുഖത്ത് അഭിമാനം ഉണ്ടാകും. ആ അഭിമാനം നമുക്കിപ്പോൾ ഡീൻലിയുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം. ആളുകൾ ഡയലോഗ് പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ ശക്തി ഒന്ന് കൂടിയതുപോലെ ഒരു തോന്നൽ ചില ആളുകൾക്കുണ്ടായി. മാർക്കിന്റെ വേഗത കൂടിയെന്ന് തോന്നിയതും മറ്റൊരു കാഴ്ച കൂടി ആളുകൾ കണ്ടു. മാർക്കിന്റെ ഇടിയേറ്റ് ഷിയു പുറകോട്ട് മാറുന്നത്. ഷിയു ഡിഫൻസിലേക്ക് കടക്കുന്ന ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച
ഇത് ആളുകൾ കാണുകയാണ്. ഹേയ്, സി കുടുംബത്തിലെ ഷിയു ഇപ്പോൾ ഡിഫൻസിലാണ്. ഷിയു പരാജയപ്പെടുമോ? വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാഴ്ച കാണുന്നതിന്റെ ഒരു അമ്പരപ്പും ഒരു അന്താളിപ്പും ഒക്കെ ആ ഡയലോഗ് പറയുന്ന ആളുകളുടെ ഇടയിലുണ്ട്. ഈ സമയത്ത് ഡീമൺ സ്ലെയിങ് പീക്കിലെ ജൂലിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വല്ലാത്ത ആവേശത്തിലാണ്. ഷിയു അവർക്ക് ആർക്കും ടച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കഥാപാത്രമല്ല. ആ ഷിയു ആണ് ഇപ്പോൾ മാർക്കിന്റെ നിരന്തരമായ പഞ്ചിൽ പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി പുറകോട്ട് മാറിയ ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഫിസിക്കൽ ബോഡി ശരിക്കും കൊള്ളാം. അങ്ങനെ ഷിയു പറയുമ്പോഴേക്കും ഷിയുവിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ക്രിസ്റ്റൽ ക്ലിയർ പ്രകാശത്തിന്റെ ശക്തി അങ്ങ് കൂടി. ഷിയു അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. ഷിയുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയെന്ന മാർക്ക് പെട്ടെന്ന് അവിടെ നിന്നുപോയി. അതിന്റെ കാരണം ഷിയുവിന്റെ ബോഡിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണ്. ഒരു പ്രത്യേക താളം ഷിയുവിന്റെ ബോഡിയിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ഷിയുവിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ശബ്ദത്തിന് ഒരു വല്ലാത്ത താളമുണ്ട്. ഹൃദയമിടിപ്പൊന്നും അല്ല പുറത്തു വരുന്നത്, അല്ലാതെ എന്തോ ഒരു ശബ്ദം. മാർക്ക് അമ്പരപ്പോടെ ഷിയുവിനെ നോക്കുമ്പോൾ ഷിയുവിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഓറയുടെ പവർ കൂടിക്കൂടി വരികയാണ്. ഷിയു പെട്ടെന്ന് മാർക്കിന് നേരെ അങ്ങ് തിരിഞ്ഞു. ഷിയു കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ ഒരു സീല് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ സീല് അയാളുടെ മുന്നിലേക്ക് വന്നതും ഷിയുവിന്റെ കൈ അനക്കത്തിന്റെ ഫലമായി ആ സീല് പെട്ടെന്ന് വലുതായി. ഈ സീൽ ഉപയോഗിച്ചുള്ള അറ്റാക്ക് അനവധി തവണ മാർക്ക് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീലിന്റെ ശക്തിയെക്കുറിച്ച് മാർക്കിന് നല്ല ധാരണയാണ്. ആരാണോ സീല് സൃഷ്ടിക്കുന്നത് അയാളുടെ ശക്തിക്കനുസരിച്ച് ആ സീലിന്റെ പവർ കൂടും. സീല് മാർക്കിന്റെ മുന്നിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതും ആ സീല് ശക്തമായ ഒരു പ്രഷർ മാർക്കിലേക്ക് കൊടുത്തു തുടങ്ങി. ഷിയുവിന്റെ കൈ അനങ്ങുന്നതനുസരിച്ച് ആ സീല് വലുതാകുന്നുണ്ട്. വലുതാകുന്ന സീല് മാർക്കിന് മുകളിൽ പ്രഷർ ചെലുത്തി തുടങ്ങിയാണ്. മുന്നോട്ട് കുതിച്ചിരുന്ന മാർക്ക് ഒന്ന് നിന്ന് ആ കാഴ്ച കണ്ടതിന് ശേഷം വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഈ സമയത്ത് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത് ആ 10,000 ഫിസ്റ്റാണ്. ഒരു ഇടിക്ക് 10,000 ഇടിയുടെ പവർ ലഭിക്കുന്ന മാർക്ക് ഉണ്ടാക്കിയ ആ പ്രത്യേക സ്പെല്ലുമായി മാർക്ക് ആ സീലിന് നേരെ കുതിച്ചു. മാർക്കിന്റെ അതിശക്തമായ പഞ്ചിൽ ആ സീല് തകർന്നു. മാർക്കിനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് മാർക്കിന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയായിരുന്ന ആ സീല് തകർന്നതും സ്വാഭാവികമായിട്ടും അത് ഷിയുവിനെ പുറകോട്ട് തെറിപ്പിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 4-5 സ്റ്റെപ്പ് പുറകോട്ട് ഷിയു തെറിച്ചു എന്ന് പറയാം. ഷിയു പുറകോട്ട് തെറിച്ചതും ഡീമൺ സ്ലെയിങ് പീക്കിലെയും മറ്റ് അനവധി പീക്കുകളിലെയും ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു വല്ലാത്ത ആരവം ഉണ്ടായി. അതേസമയത്ത് ഷീ കുടുംബത്തിലെ ആ എൽഡേഴ്സ് വല്ലാത്ത കൗതുകത്തോടെ ആ കാഴ്ചയെ കാണുകയാണ്. ഷിയു അതിശക്തനാണ്. ഷിയുവിനെ പുറകോട്ട് തെറിപ്പിച്ചത് ഒരു പുതിയ അവതാരമാണ്. ആ പുതിയ അവതാരത്തിനെ നോക്കിക്കണ്ടുകൊണ്ട് ഷീ കുടുംബത്തിലെ ആളുകൾ പരസ്പരം പറയുകയാണ്, ആ ചെറുപ്പക്കാരൻ്റെത് കയോട്ടിക് ബോഡിയാണ്, നമുക്ക് അവനെ കൂടി നമ്മുടെ കുടുംബത്തിലേക്ക് ചേർക്കണം. ഷൈനൊപ്പം അവൻ കൂടി ആയാൽ ശരിക്കും നമ്മുടെ കുടുംബത്തിന് അതൊരു മുതൽക്കൂട്ടാവും. സി കുടുംബത്തിലെ ആ എൽഡേഴ്സ് ആ വാചകം പറയുമ്പോൾ ഇതേ മൈൻഡ് സെറ്റിൽ അവിടെ പലരും ഉണ്ട്. അനവധി പ്രഭ കുടുംബങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചും ആളുകൾ അവിടെ ഉണ്ട്. അവരൊക്കെ മനസ്സിൽ കണക്കൂട്ടുന്നതാണ് മാർക്ക് ഫില്ലറെ അവരുടെ കുടുംബത്തിന്റെ ഭാഗമാക്കണം. ആളുകൾ പലതരം കാൽക്കുലേഷൻ നടത്തുമ്പോൾ ഇവിടെ ഷിയു അവന്റെ കൈ ഒന്ന് അനക്കിയതും അവന്റെ ഇരു കരങ്ങളിലുമായി 2 ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വലത് കൈയിൽ ഒരു ഡെവിളിന്റെ ചിത്രവും ഇടത് കൈയിൽ ഒരു ദേവതയുടെ ചിത്രവുമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ചിത്രങ്ങൾ അവന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടതും ഡീലി അറിയാതെ പറഞ്ഞു പോവുകയാണ്, അത് ലൈഫ് ആൻഡ് ഡെത്ത് ഡയഗ്രാം ആണല്ലോ. സ്വാഭാവികമായിട്ടും ആ കാഴ്ച ഷീ കുടുംബത്തിലെ ആ എൽഡേഴ്സിനെ ശരിക്കും ത്രില്ലടിപ്പിച്ചു. നമ്മുടെ ഷിയു ഇതാ ലൈഫ് ആൻഡ് ഡെത്ത് ഇറക്കിയാണ്, അവൻ ഇതും പഠിച്ചു. ഷീ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യ സ്വത്ത് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ സ്പെല്ലാണ് ലൈഫ് ആൻഡ് ഡെത്ത് സ്പെല്ല്. ആ ലൈഫ് ആൻഡ് ഡെത്ത് സ്പെല്ല് എല്ലാവർക്കും അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തില്ല, പഠിച്ചാൽ മനസ്സിലാകത്തില്ല. ഇവിടെ ഇതാ ഷിയു ആ ലൈഫ് ആൻഡ് ഡെത്ത് സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ആ കാഴ്ച കണ്ടു. ഷിയുവിന്റെ ഇടത് കൈയിലും വലത് കൈയിലുമുള്ള ആ 2 ചിത്രങ്ങൾക്കും ഒരു വല്ലാത്ത തേജസ് ഉണ്ട്. ഒന്ന് മരണത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ മറ്റൊന്ന് ജീവിതത്തെ സൂചിപ്പിക്കുന്നത്. മരണവും ഷിയുവാണ്, ജീവിതവും ഷിയുവാണെന്ന് പറയാതെ പറയുകയാണ് ആ ചിത്രങ്ങൾ. ആ ചിത്രങ്ങളിലേക്ക് മാർക്ക് അങ്ങനെ നോക്കുമ്പോൾ ഷിയുവിന്റെ കയ്യിൽ നിന്ന് ആ ചിത്രങ്ങൾ ആകാശത്തേക്ക് പറന്നങ്ങ് ഉയർന്നു. ആ ചിത്രം
ഷിയുടെ കയ്യിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്നതും ആ ചിത്രങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. അടുത്ത നിമിഷത്തിൽ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടുകൂടി അവിടെ ഒരു കൂറ്റൻ ചിത്രം രൂപീകരിക്കപ്പെടുകയാണ്. ആ ഡെവിൾ ചിത്രവും അതുപോലെ ആ ദേവതാ ചിത്രവും കൂടിക്കലർന്ന ഒരു കൂറ്റൻ ചിത്രം. മാർക്ക് ഫെല്ലറുടെ തൊട്ടു മുന്നിൽ കണ്ണഞ്ചിക്കുന്ന വേഗത്തിൽ ആ ചിത്രം ഉണ്ടാകുമ്പോൾ മാർക്ക് ആ ചിത്രത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ ചിത്രത്തിനകത്ത് ഒരുപാട് ആയുധങ്ങളുടെയും പക്ഷികളുടെയും പാമ്പുകളുടെയും ഡീമൺ ബീസ്റ്റുകളുടെയും ഒക്കെ പടങ്ങളാ വരച്ചു ചേർത്തിരിക്കുന്നത്. ആ ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രത്തിനകത്തെ ആ ആയുധങ്ങളും പക്ഷികളും ഡീമനുകളും ഒക്കെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാക്കും മുമ്പ് ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. ആ ചിത്രം പെട്ടെന്ന് മാർക്ക് ഫെല്ലറെ പൂർണ്ണമായും അങ്ങ് വിഴുങ്ങി. ആ ചിത്രം അതിവേഗത്തിൽ വളർന്ന് ഒരു കൂടാരം പോലെ മാർക്കിനങ്ങ് വിഴുങ്ങുകയാണ്. ഇപ്പോ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മാർക്ക് ഫെല്ലറെ കാണാൻ പറ്റുന്നില്ല. മാർക്ക് ആ കൂടാരത്തിനകത്തായതും ഷീ കുടുംബത്തിലെ എൽഡേഴ്സ് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഫൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രത്തിനകത്ത് മാർക്ക് പെട്ടു. ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രത്തിനകത്ത് ഒരാൾ പെട്ടാൽ അയാൾക്ക് ഒരു കാരണവശാലും പുറത്തു വരാൻ കഴിയില്ല. ആ യാഥാർത്ഥ്യം ആ എൽഡേഴ്സ് ഡീൻലിയോട് പങ്കുവച്ചതും ഡീൻലി അവരോട് പറഞ്ഞു, നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പറയുമ്പോഴും ഡീൻലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഡീൻലി കൗതുകത്തോടെ ആ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ഷിയുവിനെയും അതുപോലെ ആ കൂടാരത്തെയും അങ്ങനെ നോക്കുമ്പോൾ കൂടാരത്തിന് അകത്തുള്ള മാർക്ക് ഫെല്ലർ ശരിക്കും പെട്ടിരിക്കുകയാണ്. മാർക്ക് നോക്കുമ്പോൾ ആ ചിത്രത്തിൽ മാർക്ക് കണ്ട ഓരോ സാധനങ്ങൾക്കും ജീവൻ വെക്കുകയാണ്. മാർക്ക് അമ്പരപ്പോടെ ആ ജീവൻ വെക്കുന്ന സാധനങ്ങളിലേക്ക് നോക്കുമ്പോൾ ആദ്യം ജീവൻ വെച്ചത് ഒരു കൂറ്റൻ സിംഹമാണ്. മാർക്കിന് നേരെ അത് അലറിക്കൊണ്ട് ചാടുമ്പോൾ മാർക്ക് അതിന്റെ ഉരുക്ക് മുഷ്ടി കൊണ്ട് ആ സിംഹത്തിനെ ആഞ്ഞു നിടിച്ചു. മാർക്കിന്റെ ആ ഇടിയിൽ ആ സിംഹം ചിതറുകയും ചെയ്തു. പക്ഷെ അടുത്ത നിമിഷത്തിൽ വലതു ഭാഗത്തുകൂടി ഒരു കടുവ മാർക്ക് നേരെ പാഞ്ഞു വന്നു. മാർക്ക് ആ കടുവയെ ഇടിച്ചു തെറിപ്പിക്കുമ്പോഴേക്കും ഇടതു ഭാഗത്തും മുമ്പിലും പുറകിൽ നിന്നും അതുപോലെ മൃഗങ്ങൾ മാർക്കിനെ ആക്രമിക്കുകയാണ്. മാർക്ക് ഉടൻ തന്നെ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. ബാറ്റിൽ വേർഡ് ഫോർമുല തേർഡ് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഫെല്ലർ അതിവേഗം തന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ആ മൃഗങ്ങളെ ഒന്നൊന്നായി ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊല്ലപ്പെടുന്ന മൃഗങ്ങളൊക്കെ വീണ്ടും ജീവൻ വെച്ച് മാർക്കിനെ ആക്രമിച്ചു തുടങ്ങി. മാർക്ക് തന്റെ ശക്തി മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ മൃഗങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ മൃഗങ്ങളെ നേരിടുന്നതിനിടയിൽ ആ ചിത്രത്തിലുള്ള ആയുധങ്ങളും മാർക്കിനെ അറ്റാക്ക് ചെയ്തു തുടങ്ങിയാണ്. മാർക്ക് ആ ആയുധങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായി മാർക്കിന്റെ ബോഡിയിൽ സെയിന്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം വജ്ര ബോഡിയും ആക്ടിവേറ്റ് ചെയ്തു. ഉരുക്ക ബോഡിയിൽ മാർക്ക് അങ്ങനെ നിൽപ്പുണ്ട്. പക്ഷെ മാർക്കിന്റെ തലങ്ങും വിലങ്ങും അവിടെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വളരെ ശാന്തമായ മുഖഭാവത്തോടെ ഷിയു ആ കൂടാരത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ മനസ്സ് വിചാരിക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആ കൂടാരത്തിനകത്ത് നടക്കുന്നത്. ഷിയുടെ മനസ്സിന്റെ തീരുമാനങ്ങളാണ് അകത്ത് അറ്റാക്കായി മാറുന്നത്. സിംഹത്തിനെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് അവൻ വിചാരിക്കുമ്പോൾ അകത്തെ കൂടാരത്തിൽ സിംഹം മാർക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ആ കൂടാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ ചിത്രത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഷിയുവിന് അറിയാം. ഷിയു ശരിക്കും ഒരു ചലച്ചിത്രം കാണും പോലെ ആ കാഴ്ച കാണുന്നുണ്ടെന്ന് അർത്ഥം. മറ്റുള്ള ആർക്കും തന്നെ അകത്ത് നടക്കുന്ന കാഴ്ച കാണാൻ പറ്റത്തില്ല. ഷിയു വളരെ സമർത്ഥമായി അകത്തുള്ള ആയുധങ്ങളെയും അതുപോലെ ആ മൃഗങ്ങളെയും മാർക്കിന് നേരെ ഉപയോഗിക്കുകയാണ്. മാർക്ക് തന്റെ സർവ്വശക്തിയെടുത്ത് ആ മൃഗങ്ങളെയും ആയുധങ്ങളെയും തച്ച് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ മാർക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് തകർക്കുന്ന എല്ലാ സംവിധാനങ്ങളും പുനർജീവിക്കുകയാണ്. അതിന്റെ അർത്ഥം മാർക്ക് തകർക്കുന്നത് അല്ല ആ ചിത്രത്തിന്റെ കേന്ദ്രമെന്നാണ്. ചിത്രത്തിന്റെ കേന്ദ്രത്തെ അറിഞ്ഞാൽ മാത്രമേ മാർക്കിനെ ആ കേന്ദ്രത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ തോന്നിയതും മാർക്ക് തന്റെ ഡിവൈൻ ആയി ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ ആ ഡിവൈൻ ആയി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും മാർക്ക് ആ ചിത്രങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോയപ്പോഴാണ് കൃത്യം ആ ഫോർമേഷന്റെ കേന്ദ്രം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കേന്ദ്രം മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും മാർക്ക് മുന്നോട്ട് കുതിച്ചു. ലൈൻ ഫോർമുലയിൽ മാർക്ക് അതിവേഗം ആ കേന്ദ്രത്തിനെ കുതിക്കുകയായിരുന്നു. മാർക്കിനെ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ചു തലങ്ങും വിലങ്ങും പ്രഹരിച്ചുകൊണ്ടാണ് മാർക്ക് ആ കേന്ദ്രത്തിലേക്ക് കുതിച്ചത്. പക്ഷെ ആ കേന്ദ്രത്തിലേക്ക് കുതിച്ച മാർക്കിന് ആ കേന്ദ്രത്തിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. മാർക്ക് ആ കേന്ദ്രത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ചുറ്റുമുള്ള അറ്റാക്കിന്റെ അളവ് കൂടുകയാണ്. അതേസമയത്ത് ശക്തമായ ഒരു പ്രഷർ മാർക്കിനെ പുറകോട്ട് തള്ളുകയും ചെയ്യുന്നുണ്ട്. ആ കേന്ദ്രത്തിന് അതിൻ്റെതായ ഒരു സെൻസ് ഉണ്ടെന്ന് അർത്ഥം. ആ കേന്ദ്രം ശരിക്കൊരു പൂവാണ്. അതിമനോഹരമായ ഒരു ചുവന്ന പുഷ്പം അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽപ്പുണ്ട്. ആ ചുവന്ന പുഷ്പത്തിൽ നിന്ന് അതിശക്തമായ ഒരു പ്രകാശം മാർക്കിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്.
ആ പ്രകാശത്തിന് ഒരു വല്ലാത്ത പവറുമുണ്ട്. മാർക്കിന് ആ പ്രകാശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോലും പറ്റുന്നില്ല. മാർക്ക് പുറകോട്ട് തെറിച്ചു പോവുകയാണ്. ഈ സമയത്തും മാർക്കിന്റെ ഇടത് കൈയും വലത് കൈയും കാലുകളും ഒക്കെ ഒരേപോലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ആയുധങ്ങളെയും അതുപോലെ ആ മൃഗങ്ങളെയും മാർക്ക് തല്ലി തകർത്തുകൊണ്ട് ആ പൂവിലേക്ക് ഒന്നുകൂടെ നോക്കി. തനിക്ക് ഒരു കാരണവശാലും ആ ചുവന്ന പൂവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മാർക്കിന്റെ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റിൽ നിന്ന് ഒരു അംശം പെട്ടെന്നാണ് നെറ്റിലൂടെ പാഞ്ഞ് ആ ചുവന്ന പുഷ്പത്തിന്റെ കേന്ദ്രത്തിൽ വന്ന് തറയ്ക്കുന്നത്. ശരിക്കും ഒരു അമ്പ് ഒരു വില്ലിൽ നിന്ന് പായുന്ന പോലെ മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് ഒരു പ്രകാശം അങ്ങനെ പാഞ്ഞ് ആ പൂവിനെ നടുക്ക് നിന്ന് കൊള്ളുകയാണ്. അത് കൊണ്ടതും ആ പൂ അങ്ങ് ചിതറി. ആ പൂ ചിതറിയ ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന കൂടാരം നിന്ന നിൽപ്പിൽ അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. മാർക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ മൃഗങ്ങളും ആ ആയുധങ്ങളും എങ്ങോട്ട് പോയെന്ന് പോലും കണ്ടുപിടിക്കാൻ ആവാത്ത ശൈലിയിൽ അതങ്ങ് അപ്രത്യക്ഷമായി. ഈ നിമിഷത്തിൽ ഷിയു ശരിക്കും പുറകോട്ട് തെറിച്ചിരുന്നു. അതിശക്തമായ ഒരു ഫോഴ്സ് ഷിയുവിനെ പുറകോട്ട് തള്ളിയതിൻ്റെ ഫലമായിട്ട് പുറകോട്ട് തെറിച്ച ഷിയുവിൻ്റെ ബോഡിയിൽ പരിക്കുകൾ ഏൽക്കുകയും ചെയ്തു. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഷിയുവിനെ കണ്ടു. ഷിയു ഒന്ന് നേരെ നിന്നിട്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീ ശരിക്കും ശക്തൻ തന്നെയാണ്. ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സ്പെല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. അതിന് നിനക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് നിന്റെ ശക്തി ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. നമുക്ക് ഒരു ഫൈറ്റ് കൂടെ ആകാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഷിയു ആ ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രം ഒരിക്കൽ കൂടി ആക്ടിവേറ്റ് ചെയ്തു. ഇപ്രാവശ്യം ഷിയു ആ ചിത്രത്തിന് നടുവിലേക്ക് ഒന്ന് ഊതുകൂടെ ചെയ്തു. ആ ചിത്രത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പവർ ഉണ്ടായെന്നർത്ഥം. മാർക്ക് ഫെല്ലർ അത് കണ്ടതും 5th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിമിഷനേരം കൊണ്ട് ആ ചിത്രത്തിന് നടക്ക് ആഞ്ഞൊരൊറ്റ ഇടി. ആ ചിത്രം പഴയതുപോലെ കൂടാരമാകാനുള്ള അവസരം കൊടുക്കാതെ മാർക്ക് ആ ചിത്രത്തെ ആഞ്ഞിടിച്ചതും ആ ചിത്രം ഒന്ന് ചിതറി. ഈ കാഴ്ച ഡീൻലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാക്കി. അതേ സമയത്ത് ഷീ കുടുംബത്തിലെ ആളുകൾ കൗതുകത്തോടെ മാർക്ക് ഫെല്ലറെ അറിയാതെ ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോവുകയാണ്. അതിലെ ആ സീനിയർ എൽഡർ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നമുക്ക് ഇവനെ നമ്മുടെ വീട്ടിലെത്തിക്കണം. കയോട്ടിക് ബോഡിയുള്ള മാർക്ക് ഫെല്ലർ അവരുടെ ഒപ്പം കൂടേണ്ട ആളാണെന്ന ഒരു ബോധം ആ ഷീ കുടുംബത്തിലെ ആ എൽഡേഴ്സിന് ഉണ്ടാവുകയാണ്. അതാണ് അവർ പരസ്പരം പറയുന്നത്. ഇതേ സമയത്ത് അവിടെ ഇരിക്കുന്ന മറ്റ് കുടുംബങ്ങളിലെ ആളുകളൊക്കെ മാർക്കിനെ ശരിക്കും ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. അവരുടെ ഭാഗമായി മാർക്ക് വന്നാൽ അവരുടെ കുടുംബത്തിനുണ്ടാകാൻ പോകുന്ന വളർച്ചയെക്കുറിച്ചാണ് ഓരോ ആളുകളും ആ സമയത്ത് ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ ഡീൻലിയെ ശരിക്കും സന്തോഷിപ്പിച്ചെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ശക്തരാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഡീൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ സന്തോഷം വരേണ്ടതാണല്ലോ. പക്ഷെ ആഹ്ലാദം അതെന്താണെന്ന് കാണണമെങ്കിൽ നമ്മൾ ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് തന്നെ നോക്കണം. അവിടെയുള്ള ആളുകൾ ശരിക്കും അറിഞ്ഞ് ആഹ്ലാദിക്കുകയാണ്. കൈയടിയും ബഹളവുമായി അവർ ആ സദസ്സ് എടുത്ത് മറിക്കുന്നു എന്ന് പറയാം. തൻ്റെ രണ്ടാമത്തെ ചിത്രവും മാർക്ക് ഫെല്ലർ തകർത്തത് കണ്ടതും ഷിയു ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ ശക്തൻ തന്നെയാണ്. പക്ഷേ മാർക്ക്, ഒരു ലൈഫ് ആൻഡ് ഡെത്ത് മത്സരമാണ് നടക്കുന്നെങ്കിൽ നീ വിജയിക്കാൻ സാധ്യത കുറവാണ്. ഷിയു, നീ എന്താ അങ്ങനെ പറഞ്ഞത്? മാർക്ക്, ഞാൻ നിന്റെ ലെവലിലേക്ക് എൻ്റെ ലെവല് റെഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമായിരുന്നില്ല എന്നതാണ് സത്യം. ഷിയു, നിങ്ങൾ എന്താ ഈ വിളിച്ചു പറയുന്നത്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ഷിയു ബോഡി ഒന്ന് അനക്കി. ഷിയു ബോഡി അനക്കിയതും അവന്റെ ഓറ അതുവരെ ഉണ്ടായിരുന്ന ഓറയിൽ നിന്ന് ഒന്ന് മാറുകയാണ്. ശരിക്കും കണ്ടഞ്ചിക്കുന്ന വേഗതയിൽ ഷിയുവിന് ചുറ്റും അതിശക്തമായ ഒരു ഓറ പ്രത്യക്ഷപ്പെട്ടു. മാർക്കിന് സങ്കല്പിക്കാനാവാത്ത ശൈലിയിൽ അതിശക്തനാണ് ഷീ കുടുംബത്തിലെ ഷിയു എന്ന് ബോധ്യപ്പെട്ട ആ ഒരു നിമിഷത്തിൽ മാർക്ക് അമ്പരപ്പോടെ ഷിയുവിനെ നോക്കുമ്പോൾ ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ അഡ്വാൻസ് ലെവൽ റിവേഴ്സ് ഓയിഡ് സ്റ്റേജിലെ ഒരു യോദ്ധാവാണ്. ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഏർലി സ്റ്റേജിലേക്ക് അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷിയു വീണ്ടും പഴയ ഫോമിലേക്ക് മടങ്ങി. ഷിയുവിനെ തോൽപ്പിക്കാൻ മാർക്ക് ഫെല്ലർക്ക് കഴിഞ്ഞുവെന്ന് ഡീമൺ സ്ലെയിങ് പീക്കിലെയും മറ്റ് പീക്കുകളിലെ ആളുകൾ കരുതുമ്പോഴാണ് ഷിയു ശരിക്കും അഡ്വാൻസ് ലെവലിലെ അവൻ്റെ ആ കരുത്ത് കാണിച്ചത്. അതിനുശേഷം വീണ്ടും ആ ഏർലി ലെവലിലേക്ക് മടങ്ങി ഷിയു മാർക്കിനെ നോക്കിയിട്ട്
തിരിഞ്ഞ് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞാൻ തോൽവി സമ്മതിക്കുന്നു. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഷിയു ആ വാചകം പറഞ്ഞത്. ഷിയു അത് പറഞ്ഞതും മാർക്ക് ഷിയുടെ അടുത്തേക്ക് ഓടി വന്ന് ഷിയോട് ചോദിച്ചു, ഷിയു, നിങ്ങൾ എന്തായി പറയുന്നത്? ശരിക്കും നിങ്ങളല്ലേ ശക്തൻ, നിങ്ങളല്ലേ വിജയ്? മാർക്ക്, ഞാൻ അഡ്വാൻസ് ലെവലിലെ ഒരു യോദ്ധാവാണ്. ഞാൻ ഇതുപോലൊരു മത്സരത്തിൽ ഏർലി ലെവലിലെ ഒരാളെ തോൽപ്പിച്ചാൽ അതിൽ എന്തർത്ഥമാണുള്ളത്? ശരിക്കും അതിശക്തനായ ഒരാള്, ശക്തി കുറഞ്ഞ ഒരാളെ ഒരു മത്സരത്തിൽ തോൽപ്പിച്ചാൽ അതിലൊരു അർത്ഥവുമില്ല. ഷിയുവിന് വളരെ വ്യക്തമായ ഒരു നയമുണ്ട്. ഷിയു അത് പറഞ്ഞപ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന ഷിയുവിനെ തന്നെ നോക്കി നിന്നു പോവുകയാണ്. ഷിയു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ വിജയി നിങ്ങൾ തന്നെയാണ്. മാർക്ക്, അതല്ല ശരി. ഞാൻ നിന്നോടൊപ്പം മത്സരിക്കുമ്പോൾ നിന്റെ ലെവലിലാണ് മത്സരിക്കേണ്ടത്. നിന്റെ ലെവലിൽ ഞാൻ മത്സരിച്ചപ്പോൾ നീ തന്നെയാണ് വിജയിച്ചത്. പക്ഷെ മാർക്ക്, ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. എൻ്റെ ബ്രദർ ഷൈൻ ഒരു കയോട്ടിക് ബോഡിക്കാരനാണ്. അവനെ നീ നേരിടാൻ ശ്രമിക്കുമ്പോൾ നിന്റെ ഈ സ്ട്രെങ്ത് ഒന്നും നിനക്ക് പോരാതെ വരും. നീ ഇപ്പോഴും അവനേക്കാൾ വളരെ വളരെ താഴെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷിയു തിരിഞ്ഞങ്ങ് നടക്കുകയും ചെയ്തു. മാർക്ക് ഷിയു പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം മനസ്സിലാകാതെ അങ്ങനെ അല്പനേരം നിന്നു പോവുകയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മുകളിൽ ഡീൻലിയുടെ അനൗൺസ്മെന്റ് കേട്ടു. ഈ വർഷത്തെ വിജയിയെ ഞാനിതാ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ 8 പീക്കുകളും പരസ്പരം മത്സരിച്ചപ്പോൾ വിജയിച്ചിരിക്കുന്നത് മാർക്ക് ഫെല്ലറാണ്. മാർക്കിനെ നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം. അങ്ങനെ ഡീൻലി പ്രസ്താവിച്ചതും എല്ലാ ആളുകളും മാർക്കിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു തുടങ്ങി. ആ നിമിഷത്തിൽ വാനില ഓടി മാർക്കിന്റെ അടുത്തെത്തി. മാർക്ക്, കൺഗ്രാജുലേഷൻ! അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയ വാനില മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഷിയുവിനെ തോൽപ്പിച്ചത് എന്തായാലും കലക്കി. അതൊരു വലിയ സംഭവമാണ്. ഷിയുവിനെ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കേട്ടതും മാർക്ക് വാനിലയോട് പറഞ്ഞു, വാനില, ഷിയു അയാളുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ചിട്ടില്ല. അയാളുടെ ഒരു അഡ്വാൻസ് ലെവൽ റിവിഷൻ ഓയിഡ്സേജുകാരനാണ്. അയാൾ ആ ലെവലിൽ നിന്നുകൊണ്ട് എന്നോട് മത്സരിച്ചതെങ്കിൽ ഉറപ്പായും ഞാൻ പരാജയപ്പെട്ടു പോരെ. മാർക്ക്, അതൊക്കെ വിട്. അയാള് നിന്റെ ലെവലിൽ മത്സരിച്ചപ്പോൾ നീ വിജയിച്ചില്ലേ, അതാണ് പ്രധാനം. അതിൻ്റെ അർത്ഥം നിനക്കറിയാമല്ലോ, നിന്റെ ലെവലിൽ ഒരാളും നിന്നെ തോൽപ്പിക്കില്ല. വാനിലയുടെ ആ വാചകം മാർക്കിനെ ശരിക്കും ഒന്ന് സന്തോഷിപ്പിച്ചു. ഒരു ഉന്മേഷം മാർക്ക് പോലും അറിയാതെ മാർക്കിനുണ്ടായി. ഷിയു തന്നെക്കാൾ ശക്തനായിട്ടും തോൽവി സമ്മതിച്ചതിൽ മാർക്കിനൊരു കുറ്റബോധം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഒന്ന് മാറിയതുപോലെ ഒരു തോന്നൽ. മാർക്ക് അവിടെ നിന്ന് ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവർ മാർക്ക് നേരെ ഓടി വരികയാണ്. അവരെല്ലാവരും ഓടി വന്ന് മാർക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. മാർക്ക്, നീ ഒരിക്കലും ഷിയുവിനെ തോൽപ്പിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പീക്ക് മാസ്റ്റർ അത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് വല്ലാത്തൊരു അഭിമാനമുണ്ട്. ഡീമൺ സ്ലെയിങ് പീക്കിനെ ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനം 4ാം സ്ഥാനമാണ്. ആ 4ാം സ്ഥാനം നേടിക്കൊടുത്തതാണെങ്കിലും സാക്ഷാൽ ജൂലിയനുമാണ്. ജൂലിയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും നിന്നെ എന്ത് പറഞ്ഞ് അഭിനന്ദിക്കണമെന്ന് എനിക്കറിയത്തില്ല. മാർക്ക്, നീ നമ്മളെ ഡീമൺ സ്ലെയിങ് പീക്കിന്റെ അഭിമാനമാണ്. മാർക്ക്, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നിമിഷം മുതൽ നീയാണ് ഡീമൺ സ്ലെയിങ് പീക്കിലെ നമ്പർ 1. അത് കേട്ടതും മാർക്ക് ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, തമാശ പറയാതെ. ഡീമൺ സ്ലെയിങ് പീക്കിൽ ഒറ്റ നമ്പർ 1 ഉള്ളൂ, അത് ജൂലിയനാണ്. ജൂലിയന്റെ അപ്പുറത്തേക്ക് എത്താൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. മാർക്ക് ആ വിജയിച്ച നിമിഷത്തിലും ജൂലിയന്റെ ശക്തിയെ കുറച്ചു കാണാൻ തയ്യാറല്ല എന്നതാണ് വ്യക്തം. സകലരും വല്ലാത്ത സന്തോഷത്തിലാണ്. അവരൊക്കെ ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് പോകാൻ തുടങ്ങിയതും മാർക്ക് പീക്ക് മാസ്റ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എനിക്കിവിടെ 1-2 ആളുകളെ കാണേണ്ടതുണ്ട്. മാർക്ക് അത് പറഞ്ഞതും പീക്ക് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വേഗം പറഞ്ഞേ, ഞങ്ങൾ നിനക്ക് വേണ്ടി ചില പാർട്ടികളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. വല്ലാത്തൊരു സന്തോഷത്തോടുകൂടി ഡീമൺ സ്ലെയിങ് പീക്കിന്റെ ആ ടീം ഒന്നടങ്കം ആ 1ാം നമ്പർ പീക്കിൽ നിന്ന് അവരുടെ പീക്കിലേക്ക് നടന്നു തുടങ്ങി. മാർക്ക് അന്ന് ആ 1ാം നമ്പർ പീക്കിൽ തന്നെ തങ്ങാങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ഏകദേശം രാത്രിയാകാറായതും മാർക്ക് ഫെല്ലർ ആ 1ാം നമ്പർ പീക്കിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്നു. അധികം അലയാതെ തന്നെ 1ാം നമ്പർ പീക്കിലെ ഷിയുവിന്റെ ആ ഗുഹ കണ്ടുപിടിക്കാൻ മാർക്കിന് പറ്റുകയും ചെയ്തു. മാർക്ക് ആ ഗുഹയിലേക്ക് കടന്നു വന്നപ്പോൾ ഷിയുവിന്റെ മുഖത്ത് ഒരു അമ്പരപ്പുമില്ല. മാർക്ക് അവിടേക്ക് വരുമെന്ന് ഷിയുവിന് ഒരു തോന്നലുണ്ടെന്ന് വ്യക്തം. ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്നോട് സോറി പറയാനാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അത് വേണ്ട.
ആ ശൈലിയിലുള്ള സംഭാഷണമൊന്നും നമുക്ക് പരസ്പരം നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഷിയു പറയുമ്പോഴേക്കും മാർക്ക് ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി. മാർക്ക് ഷിയുവിൻ്റെ എതിരെയുള്ള സീറ്റിൽ വന്നിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് മാർക്ക് ഷിയുവിനോട് പറഞ്ഞു, ഷിയു, ശരിക്കും ഞാൻ എൻ്റെ ശക്തിയിൽ അഭിമാനിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ നീ ഒരു വാചകം പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ തേടി വന്നത്. നീ പറഞ്ഞത് നിന്റെ ബ്രദർ ഷൈൻ ശരിക്കും അഭിമാനിയാണ്. ആ അഭിമാനിയായ ഷൈൻ്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. എനിക്ക് അതുകൊണ്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി വന്നത്. മാർക്കിൻ്റെ മനസ്സിൽ കിടന്ന് അലക്കുന്ന കാര്യം എന്താണെന്ന് ഷിയുവിന് പെട്ടെന്ന് മനസ്സിലായി. ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ നിന്റെ ഫിസിക്കൽ ബോഡിയിലാണ് മുഴുവൻ ശ്രദ്ധയും കൊടുക്കുന്നത്. അത് ചില സമയത്ത് നിനക്ക് വിജയമാണെങ്കിലും നിന്റെ വളർച്ചയിൽ അത് നിന്നെ സഹായിക്കത്തില്ല. മാർക്ക് ഈ അടുത്ത കാലത്തായി നേടിയ എല്ലാ വിജയങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് മാർക്കിന്റെ ആ ഫിസിക്കൽ ബോഡിയാണ്. ആ കയോട്ടിക് ബോഡി നൽകുന്ന ഒരു സ്ട്രെങ്ത്, അതാണ് മാർക്കിന്റെ സ്ട്രെങ്ത്. പക്ഷേ ഷിയു മാർക്കിനോട് പറയുന്നത്, ആ കയോട്ടിക് ബോഡിയുടെ സ്ട്രെങ്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് മാർക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അതത്ര എളുപ്പത്തിൽ വിജയിക്കില്ലെന്നാണ്. ഷിയു പറഞ്ഞ ആ കാര്യം കേട്ടതും മാർക്ക് അമ്പരപ്പോടെ ഷിയുവിനെ നോക്കുമ്പോൾ ഷിയു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ബോഡി ഒരു ടൂള് മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്പെല്ലുകളും ഒരുപാട് സംവിധാനങ്ങളും മാർക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയെ അനങ്ങാൻ പറ്റാതെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്പെല്ല് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാർക്ക് പെട്ടുപോകും. ഷിയു സൃഷ്ടിച്ച ആ ലൈഫ് ആൻഡ് ഡെത്ത് ചിത്രത്തിന് മാർക്കിനെ ശരിക്കും നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. മാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് മാർക്കിന്റെ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള അറ്റാക്ക് വഴിയാണ്. അത് മാർക്ക് പഠിച്ചെടുത്തിട്ട് അധികം നാളായിട്ടില്ല. ആ സ്പിരിറ്റ് അറ്റാക്ക് മാർക്കിന് അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ മാർക്ക് അവിടെ അവസാനിച്ചനെ. ഷിയു പറഞ്ഞതിന്റെ അർത്ഥം മാർക്കിന് ഇപ്പോഴാണ് ഏകദേശം വ്യക്തമായത്. മാർക്ക് തന്റെ ഫിസിക്കൽ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസിലാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഊന്നൽ കൊടുത്തിരുന്നത്. മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയെ ടെമ്പർ ചെയ്ത് മാർക്ക് ശരിക്കും ശക്തമാക്കിയിട്ടുണ്ട്. മാർക്ക് മൈറ്റി ലെവലിൽ നിൽക്കുമ്പോഴേ റിവേഷൻ സ്റ്റേജിലുള്ള ഒരാളുടെ ബോഡിയുടെ ശക്തിയിലേക്ക് മാർക്ക് ആ ബോഡിയെ കൊണ്ടുവന്നതാണ്. ഇപ്പൊ മാർക്ക് റിവേഷൻ ഓൾ സ്റ്റേജിലാണ്. മാർക്കിന്റെ ശ്രദ്ധ നെക്സ്റ്റ് ലെവലിലെ ഒരാളുടെ കപ്പാസിറ്റിയിലേക്ക് ബോഡിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഷിയു ഇപ്പോൾ വേറൊരു മുഖം മാർക്കിന് മുന്നിൽ തുറന്നു കൊടുക്കുകയാണ്. ബോഡി ശക്തിപ്പെടുത്തുന്നതോടൊപ്പം മാർക്കിന്റെ സ്പെല്ലുകൾ കൂടി ശക്തിപ്പെടുത്തണം. അതൊരു പുതിയ അറിവായി മാർക്കിന് തോന്നി. മാർക്ക് ഷിയുവിനോട് യാത്ര പറഞ്ഞിട്ട് നേരെ എത്തിയത് ഡീൻലിയുടെ മുറിയിലേക്കാണ്. ശരിക്കും ഡീൻലി മാർക്കിനെ പ്രതീക്ഷിക്കുകയായിരുന്നുവെന്ന് ഡീനിന്റെ മുഖം കണ്ടത് മാർക്കിന് മനസ്സിലായി. മാർക്ക്, എന്തൊക്കെയുള്ള വിശേഷങ്ങൾ? ഡീൻലി, നല്ല വിശേഷങ്ങളാണ്. ഡീൻലി, എനിക്ക് ശരിക്കും ഇന്നത്തെ വിജയം അങ്ങോട്ട് ശരിയായെന്ന് തോന്നുന്നില്ല. ഷിയു യഥാർത്ഥത്തിൽ ഒരു അഡ്വാൻസ്ഡ് ലെവൽ റിവിഷൻ ഓടിച്ചുകാരനല്ലേ? അയാളെ ഞാൻ തോൽപ്പിച്ചു എന്ന് പറയുന്നത് സാങ്കേതികമായി പോലും എങ്ങനെ ശരിയാകും? മാർക്ക്, ഫൈറ്റുകൾ അങ്ങനെയാണ്. നീ ഇപ്പോ അവന്റെ റെഡ്യൂസ്ഡ് ലെവലിൽ നിന്നുകൊണ്ട് അവനെ തോൽപ്പിച്ചതിൽ ഒരു വിഷമം മനസ്സിൽ കാണുന്ന ആളാണ്. നീ ഷിയുവിന്റെ കാര്യം ആലോചിച്ച് നോക്കേ. അഡ്വാൻസ് ലെവലിൽ നിന്നുകൊണ്ട് അവൻ നിന്നെ തോൽപ്പിച്ചിരുന്നുവെങ്കിൽ അവന് ഉറങ്ങാൻ പറ്റൂ. വെറും ഒരു ജൂനിയറായ ആളെ സീനിയറായ ആള് തോൽപ്പിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഒരു ഏർലി ലെവലുകാരനെ അഡ്വാൻസ് ലെവലുകാരന് എപ്പോൾ വേണമെങ്കിലും തോൽപ്പിക്കും. അതിൽ വലിയ പുതുമയൊന്നുമില്ല. ഒരേ ലെവലിലുള്ള ആളുകൾ തമ്മിൽ മത്സരിക്കുമ്പോഴല്ലേ ആ മത്സരത്തിന് അർത്ഥമുണ്ടാവും. ഷിയു ചെയ്തത് ശരിയാണ്. ഡീൻലിക്ക് ഷിയുവിന് നന്നായി മനസ്സിലായത് കൊണ്ടാണ് ഡീൻലി അങ്ങനെ പറഞ്ഞത്. ഡീൻലി കാര്യങ്ങൾ വിശദമാക്കിയതും മാർക്കിന്റെ ഉള്ളിൽ ഒരു ശാന്തതയുണ്ടായി. പെട്ടെന്ന് മാർക്ക് ഡീൻലിയോട് ചോദിച്ചു, ഡീൻലി, അങ്ങ് ഈ പാത്ത് ഓഫ് ഹെവനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? അല്ല, ഈ പാത്ത് ഓഫ് ഹെവനിലെ ദിവസത്തെ കുറിച്ച് അറിയാവോ? അറിയാമല്ലോ. ഡീൻലി, അത് എന്താ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മാർക്ക്, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാനില്ല. എല്ലാ ഗോൾഡൻ എറകളിലും സുവർണ യുഗങ്ങളിലും ഒരു ദിവസം ഹെവനിൽ നിന്ന് നമ്മുടെ ഹോളി റീജിയനിലേക്ക് ഒരു പാത നമുക്ക് ദൃശ്യമാകും. ആ ദിവസത്തെയാണ് ഡേറ്റ് ഓഫ് പാത്ത് ഓഫ് ഹെവൻ എന്ന് വിളിക്കുക. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി തെളിയുന്ന ഒരു ദിവസം. മാർക്കിന് ഡീൻലി പറയുന്ന കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മാർക്ക് ശരിക്കും അതിശയത്തോടെ ഡീൻലിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ഹെവനിലേക്കുള്ള പാത്ത് തെളിയുന്നത് ശരിക്കും ഒരു വിഷൻ വഴിയാണ്. വിഷനോ? അതെ മാർക്ക്. ആ ദിവസം അജ്ഞാതമായ അവർണ്ണനീയമായ ഒരു രൂപം ആകാശത്ത് പ്രത്യക്ഷപ്പെടും. ആ രൂപമാണ്
നമ്മുടെ ഈ ഹോളി റീജിയനിലേക്ക് ഒരു പ്രകാശത്തെ അയക്കുക. ആ പ്രകാശം ആരുടെ പുറത്താണോ പതിക്കുന്നത് അവർക്ക് ഒരു ഭാഗ്യമുണ്ടാകും. ഡീൻലി എന്താ അങ്ങ് പറഞ്ഞു വരുന്നത്? മാർക്ക്, ആ പാത്ത് ഓഫ് ഹെവൻ ശരിക്കും ഒരു പ്രകാശമാണ്. ആ പ്രകാശം ആരുടെയൊക്കെ പുറത്തു വീഴുന്നു അവരെല്ലാം ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടക്കാൻ യോഗ്യത ഉള്ളവരാവും. ശരിക്കും ആ ആളുകൾ അതീവ ഭാഗ്യമുള്ളവരായി മാറുകയാണ്. അത് കേട്ടത് മാർക്കിന് ഭയങ്കര അതിശയം. ഡീൻലി, അപ്പോ ആരാ ഈ പ്രകാശം വീഴേണ്ട ആളുകളെ തീരുമാനിക്കുക? മാർക്ക്, അത് സ്വാഭാവികമായിട്ട് ഹെവൻ തന്നെയാകും. ഞാൻ പറഞ്ഞല്ലോ, ആകാശത്ത് ശരിക്കും അമ്പരപ്പിക്കുന്ന ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന്. ആ രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ ആരുടെ പുറത്ത് ആ പ്രകാശം വീഴണം എന്ന് തീരുമാനിക്കുന്നത്. മാർക്കിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു അതിശയം ഫീൽ ചെയ്യുകയാണ്. മാർക്കിന്റെ പിതാവ് ജനിച്ച നിമിഷത്തിലെ അദ്ദേഹം ഗാർഡിയൻ ആകണമെന്ന് തീരുമാനിക്കപ്പെട്ടിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഹെവനിൽ നിന്ന് ആ പ്രകാശമായി വരുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത്. അതിനകത്ത് ഒരു ശരിയില്ലായ്മ മാർക്കിന് തോന്നി. മാർക്ക് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, അവർക്ക് ഇഷ്ടമുള്ള ആളുകളുടെ പുറത്ത് പ്രകാശം പതിപ്പിച്ചാൽ അതിൽ ഒരു ശരികേടില്ലേ? മാർക്ക്, അതിനെക്കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? മാർക്ക്, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ കാര്യമാണ് നിന്നോട് പറഞ്ഞത്. ആരുടെയൊക്കെ പുറത്ത് ആ സ്വർഗത്തിൽ നിന്നുള്ള പ്രകാശം വീഴുമോ അവരൊക്കെ ട്രിബുലേഷൻ സ്റ്റേജിലേക്ക് കടക്കും. അത് ഇതുവരെയും സംഭവിച്ചിട്ടുണ്ട്, ഇനിയും അത് സംഭവിക്കും. ഏതാനും വർഷങ്ങൾക്കകം ആ ഡേറ്റ് എത്തുകയും ചെയ്യും. അന്ന് ആരുടെ പുറത്താണോ പ്രകാശം വിടുന്നത് ആ ആള് ട്രിബുലേഷനിൽ കടക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ചിലപ്പോൾ ആ പ്രകാശം വിടുന്നത് നിന്റെ പുറത്താണെങ്കിലോ? ഹേയ് ഡീൻലി, അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. മാർക്ക്, അങ്ങനെ അങ്ങ് പറയാതെ, കാലം നിനക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്ന അതാണെങ്കിലോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ആ പാത്ത് ഓഫ് ഹെവനെ കുറിച്ച് വിശദമായി സംസാരിച്ചു തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം മാർക്ക് ഫെല്ലറും ഡീൻലിയും ആ പാത്ത് ഓഫ് ഹെവനെ കുറിച്ച് സംസാരിക്കുകയാണ്. അതിനു മുമ്പ് ഏത് യുഗത്തിലാണ് ഹെവനിൽ നിന്ന് ആ പ്രകാശം ഹോളി റീജിയനിൽ പതിച്ചത്? ആരുടെയൊക്കെ പുറത്ത് പതിച്ചു? അവര് എങ്ങനെയാണ് ട്രിബുലേഷൻ ട്രാൻസിറ്റിംഗ് സ്റ്റേജിലേക്ക് കടന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡീൻലി മാർക്കിനോട് പറഞ്ഞത്. മാർക്ക് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞാൻ ഒരു കാര്യം കൂടി പറയാനാണ് ഇവിടെ വന്നത്. മാർക്ക്, നീ പറഞ്ഞു. ഡീൻലി, ഞാൻ ഈ തണ്ടർ കോർട്ട്യാർഡ് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. മാർക്ക്, അതെന്താ അങ്ങനെ ആലോചിക്കുന്നത്? ഡീൻലി, അതല്ല, എനിക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടക്കാൻ ഒരു ആഗ്രഹം. മാർക്ക്, നിന്റെ ആഗ്രഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിനക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകാൻ വേണ്ടിയാണ് നീ ഇവിടെ വിടുന്നതല്ലേ? അതെ ഡീൻലി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നീ ഇവിടെ വന്നിട്ട് 1.5 വർഷമല്ലേ ആയുള്ളൂ? അതെ, 1.5 വർഷം ആയുള്ളൂ. മാർക്ക്, ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ഇവിടെ 3 കൊല്ലമെങ്കിലും തങ്ങിയിട്ടുള്ള ഒരാൾ ഇവിടുന്ന് വിട്ടുപോയാൽ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാവുന്ന ഒരു സ്റ്റാറ്റസ് നേടും. എനിക്ക് തോന്നുന്നത് നിനക്ക് അങ്ങനെ ഒരു സ്റ്റാറ്റസ് വേണമെന്നാണ്. ഡീൻലി പറഞ്ഞതിന്റെ അർത്ഥം പെട്ടെന്ന് തന്നെ മാർക്കിനെ കത്തി. മാർക്ക് സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കയോട്ടിക് ബോഡിക്കാരൻ ഷൈനുമായി മാർക്കൊന്ന് ഉരസാൻ സാധ്യതയുണ്ട്. ഷൈൻ അതിശക്തനാണ്. അയാൾ മാർക്കിനെ ആക്രമിക്കുകയാണെങ്കിൽ മാർക്കിന് ഓടി രക്ഷപ്പെട്ട് ഒളിക്കാൻ കഴിയുന്ന ഏക സ്ഥലം ഈ പ്രപഞ്ചത്തിൽ ഈ തണ്ടർ കോർട്ട്യാർഡാണ്. തണ്ടർ കോർട്ട്യാർഡിലേക്ക് ഒരു കാരണവശാലും സെൻട്രൽ പ്ലെയിനിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ ആക്രമണത്തിന് വരത്തില്ല. മാർക്കിന് അതറിയാം. ഡീൻലി പറഞ്ഞ കാര്യം കേട്ടതും മാർക്ക് ഡീൻലിയോട് പറഞ്ഞു, ഓക്കെ ഡീൻലി, അങ്ങനെയാണെങ്കിൽ ഞാനൊരു 1.5 വർഷം കൂടി ഇവിടെ തുടരാം. മാർക്ക്, ഈ കാലത്തിനിടയിൽ നീ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം നമ്മുടെ ഈ തണ്ടർ കോർട്ട്യാർഡിന്റെ അക്കാഡമിയാണ്. ആ അക്കാഡമിയിൽ നിനക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. മാർക്ക് ആ അക്കാഡമിയിൽ കടന്നത് നേരത്തെ ആ പ്യൂർ ഹാർട്ട് സൂത്ര എന്ന ആ സ്പെല്ല് എടുക്കാനും പിന്നീട് ആ ട്രൂ സൈൻഡ് റൂളർ വാങ്ങാനുമാണ്. ഇതിനല്ലാതെയും അവിടെ ചെല്ലാം. അവിടെ മാർക്കിന് പറ്റിയ 100,000 കാര്യങ്ങളുണ്ട്. ഡീൻലി ആ കാര്യം എടുത്തു പറഞ്ഞതോടുകൂടി മാർക്ക് ഡീൻലിയോട് അക്കാഡമിയിൽ പൊയ്ക്കൊള്ളാമെന്ന് സമ്മതിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങി. മാർക്ക് ആ 1-ാം നമ്പർ പീക്കിൽ നിന്ന് ഇറങ്ങി ഡീമൺ സ്ലെയിം പീക്കിലേക്ക് നടക്കുകയാണ്. മാർക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റ് നടന്നു കാണും. അപ്പോ മാർക്കിന്റെ തൊട്ട് മുന്നിൽ 2 ആളുകൾ എത്തി. ലേശം പ്രായമുള്ള ആളുകളാണ്. പക്ഷെ അവർ അതിശക്തരാണെന്ന് അവരെ കണ്ടപ്പോൾ തന്നെ മാർക്കിന് മനസ്സിലായി. അവര് മാർക്കിനെ തടുത്ത് നിർത്തുകയാണ്. മാർക്ക് ഫെല്ലർ, നിന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. അവരങ്ങനെ പറഞ്ഞതും മാർക്ക് അവരെ കണ്ട് തൊഴുതു. എൽഡസ്, എന്തിനാ എന്നെ കാത്തു നിൽക്കുന്നത്? മാർക്ക്, നീ ശരിക്കും കൊള്ളാം. നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി. നിന്നെ ഞങ്ങളെ കുടുംബത്തോടൊപ്പം ചേർക്കാനാണ് ശരിക്കും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൽഡസ് എന്തായി പറയുന്നത്? നിങ്ങൾ ഏത് കുടുംബമാണ്? മാർക്ക്, നീക്ക് ഞങ്ങളെ അറിയില്ലല്ലേ? ഞങ്ങള് സെൻട്രൽ പ്ലെയിനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്നായ യാവോ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. മാർക്കിന് ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ 3 എണ്ണത്തിനെ ഇപ്പൊ അറിയാം.
ഒന്ന് ആ ഗു കുടുംബം, 2 ഷീ കുടുംബം, 3 ബ്ലാക്ക് കുടുംബം. ഇതാ 4മതൊരു കുടുംബം മാർക്കിന്റെ കൺമുന്നിൽ വന്നിരിക്കുകയാണ്, യാവോ കുടുംബം. ആ യാവോ കുടുംബത്തിലെ ആ എൽഡേഴ്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ബോഡി കയോട്ടിക്കാണ്. കയോട്ടിക് ബോഡിക്കാരനായ ഷൈൻ സെൻട്രൽ പ്ലെയിനിൽ അതിശക്തനാണ്. ഞങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാം നീയും ഷൈനൊപ്പം എത്തും. ചിലപ്പോ നിനക്ക് ഷൈനെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് വരാം, എന്നാലും നീ ഒട്ടും മോശമാകില്ല, അക്കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്നായ യാവോ കുടുംബം അവരുടെ കുടുംബത്തിലെ ഒരാളായി മാർക്കിനെ മാറ്റാമെന്നാ പറയുന്നത്. മാർക്കിനെ ഏതാണ്ട് ദത്തെടുക്കാം എന്നാണ് യാവോ കുടുംബം പറയുന്നത്. മാർക്ക് അവരോട് പറഞ്ഞു, സോറി, നിങ്ങളുടെ ഈ ക്ഷണം എനിക്കിഷ്ടമായി, പക്ഷേ ഞാൻ കുറച്ച് നാളത്തേക്ക് കമ്മിറ്റഡാണ്. ഡീനിലേക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത 1.5 വർഷത്തേക്ക് ഞാൻ ഈ തണ്ടർ കോട്ടയായിട്ട് തന്നെ നിൽക്കുമെന്നാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഒരിടത്തേക്കും പോവില്ല. ഹേയ് മാർക്ക്, അതൊന്നും ഒരു വിഷയമാക്കണ്ട, ഞങ്ങൾ വേണമെങ്കിൽ ഡീലിനോട് സംസാരിക്കാം. സീനിയേഴ്സ് ക്ഷമിക്കണം, ഞാൻ ഈ 1.5 കൊല്ലം ഇവിടെ നിൽക്കുന്നത് ചില കാര്യങ്ങളൊക്കെ അറിയാനും എൻ്റെ ചില ബന്ധുക്കളെ കാണാനും വേണ്ടിയാണ്. അത് കഴിഞ്ഞാലേ എനിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അവരോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് സെൻട്രൽ പ്ലെയിനിലേക്ക് വരുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാം. മാർക്ക്, അത് മതി, അത് മതി. 1.5 വർഷം എന്ന് പറയുന്നത് അതിവേഗം കടന്നുപോയില്ലേ. മാർക്ക്, നീ യാവോ കുടുംബത്തിൽ വരണം, ഞങ്ങളെല്ലാവരും നിന്നെ കാത്തിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവർ 2 പേരും മാർക്കിനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് പിരിയുകയും ചെയ്തു. ശരിക്കും വളരെ വളരെ മാന്യമായ പെരുമാറ്റമാണ് ആ 2 എൽഡേഴ്സിന്റെയും ഭാഗത്തുനിന്നുണ്ടായത്. മാർക്കിന് അവരുടെ പെരുമാറ്റം അങ്ങ് ഇഷ്ടപ്പെട്ടു. മാർക്ക് 3 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. എമിലി ബ്ലാക്കിന്റെ ആ ബ്ലാക്ക് കുടുംബവും, ഷിയുവിന്റെ ഷീ കുടുംബവും, പിന്നെ ആ ക്രിംസൺ കോണ്ടിനെന്റിൽ വെച്ച് മാർക്ക് പരിചയപ്പെട്ട ഗു കുടുംബത്തിലെ ആ സുഹൃത്തിന്റെ ഗു കുടുംബവും. ഇതാ ആ 9 അരിസ്റ്റോക്രാറ്റിക്കിലെ 4മത്തെ കുടുംബം കൂടി മാർക്കിനെ തേടി വന്നിരിക്കുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഡീമൺ സ്ലെയിം പീക്കിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെ പീക്ക് മാസ്റ്ററും ജൂലിയൻ ഉൾപ്പെടെയുള്ള സകലരും മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. മാർക്കിന് വേണ്ടി ഗംഭീരമായ പാർട്ടിയാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അവരുടെ ആ സന്തോഷത്തിൽ മാർക്ക് അങ്ങ് പങ്കുചേർന്നു. പാർട്ടിക്ക് കഴിഞ്ഞിട്ട് മാർക്കിന്റെ ഗുഹയിൽ മടങ്ങിയെത്തി. അവിടെ മാർക്ക് എത്തുമ്പോൾ ജൂലിയന് കാവലായി ചാങ്മങ് അങ്ങനെ ഇരിക്കുകയാണ്. മാർക്കിനെ കണ്ടതും ചാങ്മങ് ഓടി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ആ, നീ ജീവനോടെ വന്നല്ലോ, സന്തോഷമായി. ഹേയ്, നീ പോടാ, ജൂൻ എങ്ങനെയുണ്ട്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ചാങ്മാങ് ജൂ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ജൂന് ചുറ്റുമായി ആ പർപ്പിൾ പ്രകാശം അങ്ങനെ തന്നെ ഉണ്ട്. ആ പർപ്പിൾ പ്രകാശം ആ ഗുഹയുടെ വശങ്ങളിലുള്ള ദൂരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. തൽഫലമായി ആ പുറകിലുള്ള വനവും ഏതാണ്ട് പർപ്പിൾ നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ആ പർപ്പിൾ ക്ലൗഡ് പേളിന്റെ ശക്തി സങ്കല്പങ്ങൾക്കും അപ്പുറമാണെന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. ഫൈറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ മാർക്ക് ചാങ്മങ്ങിനോട് പങ്കുവച്ചു. ഈ സംഭവ വികാസങ്ങൾ ഇവിടെ എങ്ങനെ നടക്കുമ്പോൾ സെൻട്രൽ പ്ലെയിനിലെ ഷീ കുടുംബത്തിൽ ആ വാർത്ത എത്തിക്കഴിഞ്ഞു. തണ്ടർ കോർട്ട്യാർഡിൽ ആ ഫൈറ്റ് കാണാൻ വന്ന എൽഡേഴ്സ് ഷീ കുടുംബത്തിലേക്ക് മടങ്ങിയെത്തിയ നിമിഷം മുതൽ ആ വാർത്ത അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരു കയോട്ടിക് ബോഡിക്കാരൻ അവിടെ ഉണ്ടെന്നും ആ കയോട്ടിക് ബോഡിക്കാരൻ ഷീ കുടുംബത്തിലെ ഷിയുവിനെ തോൽപ്പിച്ചു എന്നുള്ള ആ വാർത്തയ്ക്ക് വല്ലാത്തൊരു പ്രചാരണ വേഗതയുണ്ട്. സ്വാഭാവികമായിട്ടും ആ വാർത്ത ഷൈൻ്റെ മുന്നിലെത്തി. ഷൈൻ്റെ മുന്നിലേക്ക് ആ എൽഡേഴ്സ് എത്തിയതും ഷൈൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? ഷിയു തോറ്റുന്നു? അതേ ഷൈൻ, ഷിയു തോറ്റു. ഷിയുനെ തോൽപ്പിച്ചത് ഒരു കയോട്ടിക് ബോഡിക്കാരനാണ്. അതെ, ഒരു മാർക്ക് ഫെല്ലർ. ഈ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഷൈൻ അങ്ങനെ പറഞ്ഞതും ഷൈന് ചുറ്റും നിൽക്കുന്ന ആ എൽഡേഴ്സ് ഒക്കെ ആ കാര്യം ആലോചിച്ചു. ശരിയാണ്, ഈ പേര് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ആ പേരിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അതെ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ആ ടോം കുടുംബത്തെ ഡീമൺ സ്ലെയിം പീക്കിലെ ആളുകൾക്കൊപ്പം ചെന്ന് ഇല്ലാതാക്കിയത് ഈ മാർക്ക് ഫെല്ലറാണ്. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ ഭാഗമല്ല ടോം കുടുംബം. പക്ഷേ ടോം കുടുംബം അതിശക്തമാണ്. ആ കുടുംബം ഒരു രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെട്ട കഥ എല്ലാവർക്കും അറിയാം. ആ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്തത് മാർക്ക് ഫെല്ലർ എന്ന വ്യക്തിയാണെന്ന് സകലരും കേട്ടിട്ടുണ്ട്. ആ മാർക്ക് ഫെല്ലറാണ് ഷീ കുടുംബത്തിലെ ഷിയുവിനെ തോൽപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ യാഥാർത്ഥ്യം അവിടെ വ്യക്തമായതും ഒരു എൽഡർ ഷൈനോട് പറഞ്ഞു, ഷൈൻ, നമുക്ക് ആ മാർക്കിനെ കൂടി ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ 2 കയോട്ടിക് ബോഡി ആവുമല്ലോ. അത് കേട്ടതും ഷൈൻ ആ എൽഡറോട് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? എനിക്ക് പകരം അവനിവിടെ പ്രതിഷ്ഠിക്കാമെന്നാണോ? ഹേയ് ഷൈൻ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്.
ഷൈനെ തോൽപ്പിക്കാൻ ആർക്കാവുക? അവനൊരു കയോട്ടിക് ബോഡി ആയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കാന്ന് പറഞ്ഞതാണ്. എൽഡർ, നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ ആർജിച്ച കഴിവെല്ലാം എൻ്റെ ബോഡിയുടെ കപ്പാസിറ്റി കൊണ്ടാണെന്ന്. നിങ്ങൾക്ക് എന്താ അങ്ങനെയാണോ തോന്നുന്നത്? ഷൈൻ റിവേർഷൻ ഔട്ട് സ്റ്റേജിലെ പീക്ക് ലെവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ ട്രൂ സെയിന്റ് ആകാനുള്ള തയ്യാറെടുപ്പിലാണ്. അയാളുടെ ആ വളർച്ചയിൽ അയാളുടെ ബോഡിക്ക് ഒരുപാട് പങ്കുണ്ടോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേട്ടതും ആ എൽഡേഴ്സ് പറഞ്ഞു, ഏയ് ഷൈൻ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ എൽഡേഴ്സ് പറഞ്ഞതും ഷൈൻ അവരോട് പറഞ്ഞു, ബോഡിയിൽ നിന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഷൈൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് പോകുന്ന ഷൈനെ തന്നെ അമ്പരപ്പോട് നോക്കി നിൽക്കുകയാണ് ആ എൽഡേഴ്സ്. ഒരേ ഒരു കയോട്ടിക് ബോഡിക്കാരനെ ഈ പ്രപഞ്ചത്തിലുള്ളൂ എന്നാണ് എല്ലാവരും നേരത്തെ കരുതിയിരുന്നത്. ഇപ്പൊ ഇതാ ഒരു പുതിയ കയോട്ടിക് ബോഡിക്കാരൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ കയോട്ടിക് ബോഡിക്കാരനാണെങ്കിൽ അതിശക്തനുമാണ്. ആ ശക്തൻ തനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് ഷൈൻ പറയാതെ പറയുകയാണ്. അവിടെ അതിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ പല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലും ഷിയുവിനെ മാർക്ക് ഫില്ലർ തോൽപ്പിച്ച കഥ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്കിൾ യാൻ എമിലി ബ്ലാക്കിനോട് ആ കഥ പറഞ്ഞു. ഷീ കുടുംബത്തിലെ ഷിയുവിനെ എമിലി ബ്ലാക്കിന് അറിയാം. ആ ഷിയുവിനെയാണ് മാർക്ക് ഫില്ലർ തോൽപ്പിച്ചിരിക്കുന്നത്. അങ്കിൾ യാൻ അത് പറഞ്ഞതും എമിലി ബ്ലാക്ക് ശരിക്കും സന്തോഷത്തോടെ അറിയാതെ കൈയടിച്ചു പോവുകയാണ്. അങ്കിൾ അതെന്തായാലും കലക്കി. മാർക്ക് ശരിക്കും ശക്തി നേടി വരികയാണ്. ഷിയുവിനെ തോൽപ്പിച്ച സ്ഥിതിക്ക് നാളെ ഷൈനെയും മാർക്ക് തോൽപ്പിക്കും. ഏയ് എമിലി, നീ അങ്ങനെ സന്തോഷിക്കാതെ. ഷിയു അവന്റെ ലെവല് മാർക്കിന്റെ ലെവലിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മാർക്കുമായി കോമ്പീറ്റ് ചെയ്തത്. അങ്കിൾ അതിനെന്താ? മാർക്കിന്റെ ലെവലിലുള്ള ഒരാൾക്കും മാർക്കിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. നാളെ ഷൈന്റെ ലെവലിലേക്ക് മാർക്ക് കടന്നാൽ മാർക്ക് ഉറപ്പായും ഷൈനെ തോൽപ്പിക്കും. ഷൈൻ മാർക്കിനും എമിലിക്കും ഇടയിലുള്ള ഒരു ത്രെട്ടാണെന്നുള്ള കാര്യം എമിലിക്ക് നന്നായിട്ട് അറിയാം. ഷൈൻ എത്രയോ കാലങ്ങളായി പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയാണ്. റിവേർഷൻ ഔട്ട് സ്റ്റേജിൽ ഇനി ഒരു ബ്രേക്ക് ത്രൂ കൂടി നടത്തിയാൽ അവൻ ട്രൂ സെയിന്റ് ആണ്. അതിശക്തനായ ഒരു ട്രൂ സെയിന്റായി ഷൈൻ മാറിയാൽ അത് സ്വാഭാവികമായിട്ടും അതിശക്തമായ ഒരു സംഭവമായി മാറും. ട്രൂ സെയിന്റായി മാറാൻ പോകുന്ന ഷൈനെ പരാജയപ്പെടുത്തത്തക്ക ശൈലിയിൽ മാർക്ക് ഫില്ലർ ശക്തി നേടിയാൽ മാത്രമേ എമിലിക്ക് മാർക്കിനെ ബ്ലാക്ക് കുടുംബത്തിൽ അവതരിപ്പിക്കാൻ പറ്റൂ. എമിലിയുടെ മനസ്സിൽ ആ ചിന്തകളാണ്. പക്ഷേ എമിലിന്റെ അടുത്ത് നിൽക്കുന്ന അങ്കിൾ യാനിന്റെ മനസ്സിൽ വല്ലാത്തൊരു ചിത്രമാണ് കടന്നു വരുന്നത്. ഷീ കുടുംബവും ബ്ലാക്ക് കുടുംബവും തമ്മിലുള്ള ഒരു കരാറാണ് യഥാർത്ഥത്തിൽ ഷൈനും എമിലിനും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹം നടക്കേണ്ടത് അനിവാര്യമാണ്. അവിടെ മാർക്ക് ഒരു വിഷയമേ അല്ല. അങ്കിൾ യാൻ അങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷെ എമിലി ഈ ലോകത്തൊന്നുമല്ല. എമിലി വല്ലാത്ത സന്തോഷത്തിലാണ്. മാർക്കിന്റെ ഓരോ വളർച്ചയും അവളെ ശരിക്കും മാർക്കിലേക്ക് അടുപ്പിക്കുകയാണെന്നുള്ള കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം. മാർക്ക് ഫില്ലറും ചാങ് മാങ്ങും അവിടെ ഗുഹയിൽ ജൂവിന് കാവലിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും ജൂ ആ സെക്ലൂഷനിൽ നിന്ന് പുറത്തു വന്നില്ല. മാർക്കും ചാങ് മാങ്ങും ഏകദേശം ഒരു 4 ആഴ്ച കൂടി ജൂവിന് കാത്തിരുന്നു. മാർക്കും ചാങ് മാങ്ങും കൂടി അടുത്ത 3 ആഴ്ച കൂടി ജൂവിന് കാവലിരിക്കുകയാണ്. 4 ആഴ്ചയായിട്ടും ജൂ സെക്ലൂഷനിൽ നിന്ന് പുറത്തു വരാതായതും മാർക്കും ചാങ് മാങ്ങും ഡീമൺ സ്ലെയിങ് പീക്കിലെ ആ ഡെവിൾ ഹണ്ടേഴ്സിന്റെ ഭാഗമായി മാറി. അവർക്ക് അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് കഴിയാൻ പറ്റില്ലല്ലോ. ഹണ്ടിങ് തുടങ്ങിയതോടുകൂടി പോയിന്റുകൾ അവർക്ക് വന്നു തുടങ്ങി. അതിവേഗമാണ് സമയം കടന്നു പോകുന്നത്. പെട്ടെന്ന് ഒരു വർഷമായത്. ഒരു വർഷം കൊണ്ട് മാർക്ക് ഫില്ലർ 1300ഓളം പോയിന്റ് സംഘടിപ്പിച്ചു. തത്തുല്യമായ പോയിന്റ് ഏകദേശം അത്രയും തന്നെ പോയിന്റ് ചാങ് മാങ്ങിനും കിട്ടി. ഈ സമയത്തും ജൂ സെക്ലൂഷനിലാണ്. ജൂ ഇരിക്കുന്നിടത്ത് ജൂ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ജൂവിന്റെ ചുറ്റുമുള്ള ആ പർപ്പിൾ കളർ പ്രകാശം ശരിക്കും തീവ്രമായിട്ട് ജൂവിന് ചുറ്റും ഒരു കവറായി മാറിയിട്ടുണ്ട്. ജൂ ഇരിക്കുന്ന ആ ഗുഹയ്ക്ക് മുകളിൽ ഏതാണ്ട് പൂർണ്ണമായും പർപ്പിൾ പ്രകാശമാണ്. മാർക്ക് ഫില്ലർ ചാങ് മാങ്ങിനോട് പറഞ്ഞു, ചാങ്, നമുക്ക് അക്കാഡമിയിലേക്ക് ഒന്ന് ചെല്ലാം. മാർക്കും ചാങ് മാങ്ങും ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് പീക്ക് മാസ്റ്റർ അടുത്താണ്. പീക്ക് മാസ്റ്ററോട് ജൂ സെക്ലൂഷനിൽ ഇരിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ജൂവിനെ ഒന്ന് ശ്രദ്ധിച്ചോളണമെന്ന് പറയുകയും ചെയ്തു. ആ കാര്യം നോക്കിക്കൊള്ളാമെന്ന് പീക്ക് മാസ്റ്റർ സമ്മതിക്കുകയും ചെയ്തു. മാർക്കും ചാങ് മാങ്ങും കൂടി ആ ഡീമൺ സ്ലെയിം പീക്കിലെ പടികളിറങ്ങി താഴേക്ക് വരികയാണ്. താഴേക്ക് ഇങ്ങനെ നടന്ന് ഇറങ്ങിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ മനസ്സിൽ ശരിക്കൊരു സുവർണ പ്രകാശം അടിച്ചതുപോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം തലയ്ക്കുള്ളിൽ വീണതുപോലെ ഒരു തോന്നലാണ് മാർക്കിനുണ്ടായത്. മാർക്കിന്റെ മനസ്സിനകത്ത് മാർക്ക് സുവർണ പ്രകാശമുള്ള ഒരു രൂപമാണ്. ആ രൂപം മുന്നിലേക്ക് നോക്കുന്നത്. ആ രൂപത്തിന്റെ കണ്ണുകൾ മാർക്കിന്റെ മനസ്സിലെ ആ സുവർണ പ്രകാശത്തിലുള്ള മാർക്ക് നോക്കുന്നത് മുന്നിലുള്ള
ഒരു വാതിലിലേക്കാണ്. ആ വാതിൽ ആ സമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഒരു സ്വർണ്ണ നിറത്തുള്ള വാതിലാണ് മാർക്ക് കാണുന്നത്. ഒരു അടിപൊളി വാതിൽ. മാർക്ക് അമ്പരപ്പോടെ ആ വാതിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിലെ ആ രൂപം നടന്ന് ആ വാതിൽക്കലെത്തി. അത് വാതിലിലെ കടക്കാൻ പോയതും പെട്ടെന്ന് മാർക്കിനെ ആരെ കുലുക്കി വിളിക്കും പോലും മാർക്കിന് തോന്നി. അടുത്ത് നിൽക്കുന്ന ചാങ് മാങ് ആണ് മാർക്കിനെ കുലുക്കി വിളിച്ചത്. ഹേയ് മാർക്ക്, നീ ഇതൊന്ന് ഉറങ്ങുകയാണോ? മാർക്കും ചാങ് മാങ് കൂടി ആ ഡീമൺ സ്ലെയിം പീക്കിലെ പടികൾ ഇറങ്ങി വന്നിട്ട് താഴേക്ക് നടക്കാൻ പോയപ്പോഴാണ് ശരിക്കും മാർക്ക് സ്തംഭിച്ച് നിന്നു പോകുന്നതും ആ രംഗങ്ങളൊക്കെ മാർക്കിന്റെ കണ്ണിലൂടെ കടന്നു വരുന്നതും. ചാങ് മാങ് മാർക്കിനെ കുലുക്കി വിളിച്ചപ്പോൾ മാർക്ക് അമ്പരപ്പോട് ചാങ് മാങ്ങിനെ നോക്കി. പെട്ടെന്ന് മാർക്കിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു തുടങ്ങിയതും ചാങ് മാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്കേനും വട്ടായോ? അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് മാർക്ക് മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടക്കുമ്പോൾ മാർക്കിന്റെ ആലോചന താൻ കണ്ട ആ സുവർണ വാതിലിനെ കുറിച്ചാണ്. ആ വാതിൽ വഴി അകത്തേക്ക് കടന്നാൽ അകത്ത് എന്തോ ഉണ്ടെന്ന് മാർക്കിനറിയാം. മാർക്കിന്റെ മനസ്സിലെ മാർക്കിന്റെ ആ പ്രിമോഡിയൽ സ്പിരിറ്റ് ആ വാതിൽ വഴി അകത്തേക്ക് കടക്കാൻ പോയപ്പോഴാണ് യഥാർത്ഥത്തിൽ ചാങ് മാങ് മാർക്കിനെ പിടിച്ച് ഒന്ന് കുലുക്കിയത്. അകത്ത് എന്തായിരിക്കും? അല്ല, ഈ വാതിൽ എങ്ങനെ വന്നു? മാർക്കിനെ ഇപ്പോഴും ആ വാതിൽ കാണാൻ പറ്റുന്നുണ്ട്. മാർക്ക് ആദ്യം കരുതിയത് ഒരു സ്വപ്നം മാർക്ക് കണ്ടതാണ്. പക്ഷെ അതല്ല, അത് യാഥാർത്ഥ്യമാണ്. മാർക്കിന്റെ ആ മനസ്സിലെ വാതിൽ അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ചാങ് മാങ്ങുമായി ആ അക്കാഡമിയിലെത്തി. അക്കാഡമിയിൽ മാർക്ക് ഫെല്ലറും ചാങ് മാങ്ങും എത്തി അവരുടെ പോയിന്റുകൾ ഹാൻഡ് ഓവർ ചെയ്തതും ആ പോയിന്റുകൾ കണക്കൂട്ടി നോക്കിയതിനു ശേഷം മാർക്കിനെ തിരിച്ചേൽപ്പിച്ചിട്ട് ആ അക്കാഡമിയുടെ ചുമതലയുള്ള ആ ചെറുപ്പക്കാർ മാർക്കിനോടും ചാങ് മാങ്ങിനോടായി പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് 2 മാസം ഇവിടെ തുടരാം. 2 മാസം ആ അക്കാഡമിയിൽ കഴിയാനുള്ള പോയിന്റുകളാണ് ചാങ് മാങ്ങിനും മാർക്ക് ഫെല്ലർക്കും ഉള്ളത്. സന്തോഷത്തോടെ അവർ രണ്ടുപേരും അക്കാഡമിക്ക് ഉള്ളിലേക്ക് കടന്നു. കഴിഞ്ഞ തവണ മാർക്ക് അവിടെ എത്തിയത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, ആ പ്യുവർ സൂത്രയ്ക്ക് വേണ്ടി. ഇപ്പോൾ മാർക്കിന്റെ ലക്ഷ്യം കൂടുതൽ ശക്തമായ സ്പെല്ലുകൾ ഉണ്ടോന്ന് നോക്കുക എന്നുള്ളതാണ്. മാർക്ക് ആ സ്പെല്ലുകളിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചാങ് മാങ്ങുമായി നടന്നതും ശരിക്കും ചാങ് മാങ്ങിന്റെ കണ്ണുകൾ അങ്ങനെ തുറിച്ചു വരികയാണ്. ചാങ് അമ്പരപ്പോടെ അവിടെ ഇരിക്കുന്ന ആ സ്പെല്ലുകളിലേക്ക് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതെന്താ സംഭവം? ചാങ് മാങ് ഈ ശൈലിയുള്ള ഒരു ലൈബ്രറി കണ്ടിട്ടേയില്ല. സ്വന്തം ഫിസിക്കൽ സ്ട്രെങ്തിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ചാങ് മാങ് ഓരോ സ്റ്റേജിൽ കടന്നു വന്നത്. ഇവിടെ ചാങ് കാണുന്നതോ ഇഷ്ടംപോലെ സ്പെല്ലുകളാണ്. മാന്ത്രിക സ്പെല്ലുകളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെയുണ്ട്. മാർക്ക് ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പെല്ല് കണ്ടെത്തി അത് പ്രാക്ടീസ് ചെയ്യും. 2 മാസത്തെ സമയം നമുക്കുണ്ട്, 60 ദിവസം. അതിനിടയിൽ നീ പ്രാക്ടീസ് തുടങ്ങിക്കൂ. ഞാൻ എനിക്ക് പറ്റിയ സ്പെല്ല് കണ്ടുപിടിക്കാം. ചാങ് മാങ് മാർക്ക് പറഞ്ഞത് കേട്ടതും അവന് അനുയോജ്യമായ സ്പെല്ലുകൾ ഇരിക്കുന്ന ഷെൽഫിലേക്ക് നീങ്ങി. ചാങ് അവിടെ കാണുന്ന എല്ലാ സ്പെല്ലുകളും ചാങ്ങിന് ആവശ്യമുള്ളതാണ്. ഏതെടുക്കണമെന്നൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ചാങ്ങിനുള്ളത്. ചാങ് ആ സ്പെല്ലുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് നടന്ന് മാർക്കിന് ആവശ്യമായ സ്പെല്ലുകളുള്ള സ്ഥലത്തെത്തി. മാർക്ക് അവിടെ നിന്ന് കണ്ടെത്തിയത് 3 സ്പെല്ലുകളാണ്. അതിൽ ഒരു സ്പെല്ലിന്റെ പേര് തണ്ടർ മിസ്റ്റിക് സ്പെൽ എന്നാണ്. തണ്ടർ അക്കാഡമിയുടെ അല്ലെങ്കിൽ തണ്ടർ കോർട്ട്യാർഡിന്റെ ഒരു മാന്ത്രിക സ്പെല്ല് എന്നാണ് അതിന്റെ പേര്. തണ്ടർ അക്കാഡമിയുടെ ആ മാന്ത്രിക സ്പെല്ലിന് വേണ്ടി മാത്രം മാർക്കിന് കൊടുക്കേണ്ടി വന്നത് 900 പോയിന്റുകളാണ്. മാർക്കിന്റെ കയ്യിൽ 1300 പോയിന്റാണ് ഉള്ളത്. ബാക്കിയുള്ള 400 പോയിന്റ് ഉപയോഗിച്ച് മാർക്ക് 2 സ്പെല്ലുകൾ കൂടി വാങ്ങിച്ചു. ആ 3 സ്പെല്ലുകളുമായി മാർക്ക് ഒരു സ്ഥലത്ത് വന്നിരുന്നു. മാർക്ക് ആദ്യം എടുത്തത് ആ തണ്ടർ അക്കാഡമിയുടെ പ്രസ്റ്റീജ് സ്പെല്ലായ തണ്ടർ മിസ്റ്റിക് സ്പെല്ലാണ്. തണ്ടർ കോർട്ട്യാർഡിന്റെ ആ മാന്ത്രിക സ്പെല്ല് എടുത്ത് തുറക്കുമ്പോൾ തന്നെ അതിനകത്ത് ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ആ സ്പെല്ല് ഇതുവരെയായി പഠിച്ചത് ആരൊക്കെയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. 1ാമത്തെ പേര് ഡീൻ ലീ, 2ാമത്തെ പേര് ഫ്ലവർ ഗ്രാനി, 3ാമത്തെ പേര് മാർക്കിന് പരിചയമില്ലാത്ത ഒരാളുടെ പേരാണ്. പക്ഷേ ആകെ 3 പേരേ അവിടെ ഉള്ളൂ. ഇത്രയും കാലങ്ങളായിട്ട് ആകെ 3 ആളുകൾക്ക് ആ മാന്ത്രിക സ്പെല്ല് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാർക്കിനെ ശരിക്കും അമ്പരപ്പിച്ചു എന്ന് പറയാം. മാർക്ക് ഉടൻ തന്നെ ആ പേജ് മറിച്ചിട്ട് ആ മാന്ത്രിക സ്പെല്ല് ഒന്ന് വായിച്ചു തുടങ്ങി. മാർക്ക് ആ സ്പെല്ല് വായിച്ചു തുടങ്ങുമ്പോൾ മാർക്ക് പോലും അമ്പരന്ന് പോവുകയാണ്. ഒന്നും കൊണ്ടും മനസ്സിലാകുന്നില്ല. മാർക്ക് ശരിക്കും നന്നായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഏത് സ്പെല്ലും ചുരുങ്ങിയ സമയം കൊണ്ട് ഗ്രഹിക്കാനുള്ള അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ശേഷി മാർക്കിനുണ്ട്. പക്ഷേ മാർക്ക് ആ മാന്ത്രിക സ്പെല്ലിൽ ആ ദിവസവും അടുത്ത ദിവസങ്ങളും ഏത് വേണ്ട അടുത്ത 4 ആഴ്ച
പണിയെടുത്തിട്ടും ആ സ്പെല്ല് മാർക്കിന് അങ്ങോട്ട് വഴങ്ങുന്നില്ല. ശരിക്കും ഗഹനങ്ങളായ ഒരുപാട് കാൽക്കുലേഷൻസും ഒരുപാട് വരികളും ആ സ്പെല്ലിലുണ്ട്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ മാർക്കിന് പറ്റുന്നില്ല. പക്ഷെ അതൊരു സംഭവമാണെന്ന് മാർക്കിന് മനസ്സിലായി. ആകെ 3 ആളുകളെ ആ മാന്ത്രിക സ്പെല്ല് പഠിച്ചിട്ടുള്ളൂ. അവരെ പോലെ അത് പഠിച്ചെടുത്താൽ തനിക്കും ഒരുപാട് മുകളിലേക്ക് കയറാൻ കഴിയുമെന്ന് മാർക്കിനറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് പിന്നെയും ആ സ്പെല്ല് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് 50 ദിവസമായത്. 50 ദിവസമായതും മാർക്ക് ഫെല്ലർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് ചാങ്മാങ് ഉള്ള ഭാഗത്ത് ചെന്നു. ചാങ്മാങ് ഒരു സ്ഥലത്ത് അങ്ങനെ ചവറ പടിഞ്ഞിരിക്കുകയാണ്. ഒരു സ്പെല്ലിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുകയാണ് ചാങ്മാങ്. അത് കണ്ട മാർക്ക് അവിടെ നിന്ന് 4ാമത്തെ നിലയിലേക്ക് വന്നു. 4ാമത്തെ നില റിവേഷൻ ഓയിസ്റ്റേജുകാർക്ക് മാത്രം കയറാൻ കഴിയുന്ന നിലയാണ്. നേരത്തെ ഒരു തവണ അവിടെ വന്നിട്ട് കയറാൻ പറ്റാതെ മാർക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ആ സ്ഥലത്തേക്കാണ് മാർക്ക് വന്നത്. മാർക്ക് ആ നിലയ്ക്കുള്ളിലേക്ക് കയറപ്പോൾ അവിടെ റിവേഷൻ ഓയിസ്റ്റേജുകാർക്കുള്ള ഇഷ്ടംപോലെ സ്പെല്ലുകൾ കണ്ടു. മാർക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് തറയിൽ ചമ്രമടിഞ്ഞിരുന്നു. മാർക്ക് അവിടെ ആ 4th ഫ്ലോറിൽ ചമ്രമടിഞ്ഞിരുന്നതിന് ശേഷം മാർക്കിന്റെ ആ പ്രിമോഡിയൽ സ്പിരിറ്റിനെ മാർക്കിന്റെ മനസ്സിൽ കാണുന്ന ആ ഗോൾഡൻ വാതിൽ നേരെ സാവധാനം ഒന്ന് ചലിപ്പിച്ചു. മാർക്കിനെ കാണാം ആ പ്രിമോഡിയൽ സ്പിരിറ്റ് മാർക്കിന്റെ രൂപത്തിൽ നടന്ന് ആ സുവർണ വാതിൽ വഴി അകത്തേക്ക് കയറുന്നത്. ആ സുവർണ വാതിൽ വഴി ആ രൂപം അകത്തേക്ക് കയറിയപ്പോൾ മാർക്കിന് അവിടെ വിശാലമായ ഒരു കാഴ്ച കാണാൻ പറ്റുകയാണ്. ഒരു സൂപ്പർ ലൈബ്രറിയാണ് മാർക്ക് അവിടെ കണ്ടത്. അനവധി സ്പെല്ലുകളുടെ ഒരു വൻ ശേഖരം. ഓരോ സ്പെല്ലിന് ചുറ്റുമായി സുവർണ പ്രകാശം ഉപയോഗിച്ച് ഒരു കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പ്രകാശം കൊണ്ടുള്ള കെട്ട്. മാർക്ക് ശരിക്കും ആ കെട്ടുകളിലേക്കും ആ സ്പെല്ലുകളിലേക്കും ആ ലൈബ്രറിയിലേക്കും നോക്കി എന്തു പറഞ്ഞറിയാതെ അമ്പരന്ന് ആ കാഴ്ചയിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നോക്കുകയാണ്. മാർക്കിന്റെ പിതാവ് മാർക്കിന്റെ ഉള്ളിൽ ഒരു പാരമ്പര്യം എന്ന ശൈലിയിൽ ഒരു സംവിധാനം എത്തിച്ചിട്ടുണ്ട്. മാർക്ക് പോലും അറിയാതെ എമിലി ബ്ലാക്ക് വഴിയാണ് ആ സാധനം എത്തിയെന്നുള്ള കാര്യം മറ്റൊരു വിഷയം. ആ പാരമ്പര്യം മാർക്കിന് ഒരുപാട് ഗുണങ്ങളാണ് നേടിക്കൊടുത്തത്. മാർക്ക് ബ്രീത്തിങ് എക്സസൈസ് പഠിച്ചതും മാർഷൽ ആർട്സിന്റെ ആദ്യത്തെ ഘട്ടങ്ങളെല്ലാം പഠിച്ചത് ആ പാരമ്പര്യ സ്വത്ത് വഴിയാണ്. ആ ഇൻഹെറിറ്റൻസ് വഴി മാർക്ക് ഒരുപാട് സ്പെല്ലുകളും പഠിച്ചു. മാർക്കിന്റെ അബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റും എല്ലാം മാർക്ക് അതിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷെ അന്നൊന്നും മാർക്ക് കാണാതിരുന്ന ഒരു പുതിയ ലൈബ്രറി ഇതാ മാർക്ക് കാണുകയാണ്. താൻ ഓരോ സ്റ്റേജ് കടക്കുമ്പോഴും തനിക്ക് ആ സമയത്ത് മാത്രം കാണാൻ കഴിയുന്ന ശൈലിയിൽ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ തൻ്റെ മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യമാണ് ആ സമയത്ത് മാർക്കിന്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് സന്തോഷത്തോടുകൂടി അകത്ത് കണ്ട ആദ്യത്തെ ആ ഡിവൈൻ സ്പെല്ല് കയ്യിലെടുത്തു. ആ ഡിവൈൻ സ്പെല്ല് മാർക്കൊന്ന് വായിച്ചു നോക്കിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലോട്ട് ഒരു പ്രകാശം പതിച്ചു. ആ പ്രകാശം മാർക്കിന്റെ ഉള്ളിൽ പതിഞ്ഞ ആ നിമിഷത്തിൽ ശരിക്കും മാർക്ക് സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. മാർക്ക് കയ്യിലെടുത്ത ആ സ്പെല്ല് ഇപ്പോ മാർക്കിനെ കാണാതെ അറിയാം. മാർക്ക് വായിച്ചു പോലും നോക്കുന്നതിന് മുന്നേ ആ സ്പെല്ല് മാർക്ക് പഠിച്ചു കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്ക് ഒരു പിടിയില്ല. മാർക്ക് 2ാമത്തെ സ്പെല്ല് കയ്യിലെടുത്തു. അവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ആ സ്പെല്ലിനെ കെട്ടിയിരിക്കുന്ന ആ പ്രകാശം കൊണ്ടുള്ള റിബണിൽ മാർക്ക് തൊടുന്ന ആ നിമിഷത്തിൽ ആ റിബൺ ഒരു മിന്നൽ പോലെ മാർക്കിന്റെ പുറത്തേക്ക് പാഞ്ഞു കയറുകയാണ്. ആ നിമിഷത്തിൽ ആ സ്പെല്ല് മാർക്കിന്റെ ഉള്ളിൽ ഏതാണ്ട് ബൈ ഹാർട്ട് ആയതുപോലെ അങ്ങ് മാറുകയാണ്. സംഭവം കൊള്ളാമല്ലോ എന്ന് തോന്നിയ മാർക്ക് 3ാമത്തെ സ്പെല്ലും കയ്യിലെടുത്തു. അതും സെക്കൻഡുകൾക്കകം മാർക്കിന്റെ ഉള്ളിലേക്ക് വന്നു. മാർക്കിന് മനസ്സിലാകാത്ത ഒരു പ്രതിഭാസം അവിടെ സംഭവിച്ചിരിക്കുകയാണ്. അവന്റെ അച്ഛൻ വളരെ വിദഗ്ധമായി ഒരു മെത്തഡോളജി അവിടെ വർക്കൗട്ട് ചെയ്ത് ആ മെത്തഡോളജി ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. മാർക്കിന് ആ കാര്യം ബോധ്യമായതും മാർക്കിന് ആവശ്യമുള്ള സ്പെല്ലുകൾ മാത്രം മാർക്ക് പിന്നീട് നോക്കി തുടങ്ങി. മാർക്ക് ഏത് സ്പെല്ല് നോക്കിയാലും ആ നിമിഷം ആ സ്പെല്ല് മാർക്കിന്റെ മനസ്സിൽ അങ്ങ് പാഠമാവുകയാണ്. ഏകദേശം 10 ദിവസത്തോളം മാർക്ക് അവിടെ ഇരുന്ന് മാർക്കിന്റെ മനസ്സിനുള്ളിലെ ആ സ്പെല്ലുകൾ പഠിക്കുകയായിരുന്നു. മാർക്ക് എടുക്കുന്ന ഓരോ സ്പെല്ലും ആ നിമിഷം മാർക്കിന്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു തുടങ്ങിയതുകൊണ്ട് മാർക്കിന്റെ പഠനം അതിവേഗത്തിലാണ് നടക്കുന്നത്. 10ാം ദിവസം ആകാറായതും മാർക്ക് ചാങ്മാങ്ങിന്റെ അടുത്തേക്ക് വന്നു. ചാങ്ങിന്റെ പുറത്ത് ഇപ്പോ ആ ചുവന്ന പ്രകാശം അതിശക്തമായി മാറിയിട്ടുണ്ട്. ചാങ്മാങ് പഠിച്ച സ്പെല്ല് ചാങ്മാങ്ങിനെ ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് അത് കണ്ടതും മാർക്കിന് മനസ്സിലായി. മാർക്ക് ചാങ്മാങ്ങിനൊപ്പം ആ ലൈബ്രറിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെയുള്ള ആളുകളുടെ യാത്ര പറഞ്ഞിട്ട് ഡീമൺ സ്ലെയിങ് പീക്കിലേക്ക് തിരിച്ചു. ഡീമൺ സ്ലെയിങ് പീക്കിൽ മാർക്ക് മടങ്ങിയെത്തിയതും മാർക്ക് ആദ്യം ചെന്നത്
ജൂ ഇരിക്കുന്ന ഗുഹയിലേക്കാണ്. ജൂ അപ്പോഴും സെക്ലൂഷനിലാണ്. അവർക്ക് ഒരു അനക്കവുമില്ല. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫില്ലർ പീക്ക് മാസ്റ്ററെ കണ്ട് മാർക്കിന്റെ ഉദ്ദേശം അറിയിച്ചു. പീക്ക് മാസ്റ്റർ, ഞാനും ചാങ് കൂടി സെൻട്രൽ പ്ലെയിനിലേക്ക് പോവുകയാണ്. ജൂവിനെ ഒന്ന് നോക്കിക്കോളണേ. മാർക്ക്, നീ സെൻട്രൽ പ്ലെയിനിലേക്ക് പോകുമ്പോൾ ഒരു ശ്രദ്ധ വേണം. പീക്ക് മാസ്റ്റർ പീറ്റർക്ക് കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാർക്കുമായി ഒരു വല്ലാത്ത അടുപ്പം ഉണ്ടായിട്ടുണ്ട്. അവരെങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ജൂലിൻ അവിടെ എത്തി. ജൂലിനും മാർക്കിനെ ഉപദേശിച്ചത് ആ സിമ്പിൾ കാര്യമാണ്. മാർക്ക്, നിന്റെ ബോഡി കയോട്ടിക്കാണ്. കയോട്ടിക് ബോഡിക്കാരനായ നിന്നെ ഇപ്പോൾ സെൻട്രൽ പ്ലെയിനിലെ എല്ലാവരും തിരിച്ചറിയും. അതുകൊണ്ട് ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. മാർക്ക്, എന്ത് പ്രശ്നം ഫീൽ ചെയ്താലും ഉടൻ നീ ഇവിടേക്ക് മടങ്ങിയെത്തണം. മാർക്കിനെ സംരക്ഷിക്കാനായി ആ ഡീമൺ സ്ലെയിങ് പീക്ക് മാർക്കിന് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മാർക്ക് ജൂലിയൻ പറഞ്ഞത് കേട്ടതും ജൂലിയനോട് പറഞ്ഞു, ജൂലിയൻ, എനിക്കത് ഓർമ്മയുണ്ട്, അത് ഞാൻ മറക്കത്തില്ല. എനിക്ക് ഈ തണ്ടർ കോർട്ട്യാർഡും ഡീമൺ സ്ലെയിങ് പീക്കും മറക്കാൻ കഴിയുന്ന സംവിധാനങ്ങളല്ല. പീക്ക് മാസ്റ്ററോടും ജൂലിയനോടും യാത്ര പറയുന്ന പോലെ എളുപ്പമായിരുന്നില്ല ചാങ് മാങ്ങിനും മാർക്ക് ഫെല്ലർക്കും അവിടെയുള്ള മറ്റാളുകളോട് യാത്ര പറയുക എന്നുള്ളത്. കാൾ സ്നിപ്പറും സോങ് ബായി ഉൾപ്പെടെയുള്ള സകല ആളുകളും ഇപ്പോൾ അവരുമായി നല്ല അടുപ്പത്തിലാണ്. ശരിക്കും ഹൃദയങ്ങൾ കൊണ്ടുള്ള ഒരു അടുപ്പം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. ജീവൻ മരണ പോരാട്ടമാണ് ഓരോ ഡബിൾ ഹണ്ടർ ആക്ടിവിറ്റിയും. മിഷൻ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് അവർക്ക് ആർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. ആ സമയത്ത് പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് അവർ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. മാർക്ക് ഫെല്ലർക്ക് ഫൈറ്റ് ചെയ്തപ്പോൾ ലഭിച്ച സമ്മാന തുക, ആ പോയിന്റുകൾ മാർക്ക് അവർക്ക് എല്ലാവർക്കുമായി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. മാർക്കിന് ഇപ്പോൾ അവരോട് ഒരു കടമൊന്നുമില്ല. എന്നാലും അവർക്ക് മാർക്കിനെ വിട്ടുപിരിയാനും മാർക്കിന് അവരെ വിട്ടുപിരിയാനും ഒരു മടിയുണ്ട്. അതുപോലെ തന്നെയാണ് ചാങ് മാങ്ങിന്റെ കേസ്. ചാങ്ങും മാർക്കും അവരോട് സംസാരിക്കുമ്പോൾ കാൾ സ്നിപ്പർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ വാനില ഇവിടെ വന്നിരുന്നു. ഫ്ലവർ ഗ്രാനിയുടെ ആ ഫ്ലവർ പീക്കിൽ നിന്ന് വാനില മാർക്കിനെ അന്വേഷിച്ച് അവിടെ വന്നിരുന്നു കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ, ഞങ്ങളിപ്പോൾ എന്തായാലും സെൻട്രൽ പ്ലെയിനിലേക്ക് പോവുകയാണ്. അവൾ വന്നാൽ ഞാൻ സെൻട്രൽ പ്ലെയിനിലേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി. വാനിലേക്ക് മാർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് മാർക്ക് ആ കാര്യം കാൾ സ്നിപ്പറോട് പറഞ്ഞത്. മാർക്കും ചാങ് മാങ്ങും അവസാനം ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് പുറത്തിറങ്ങി. ഏകദേശം 3-3.5 വർഷമായിട്ട് മാർക്ക് ഫെല്ലർ അവിടെയുണ്ട്. ചാങ് മാങ്ങും ഏകദേശം 3 വർഷമായി അവിടെയുണ്ട്. അവർ രണ്ടുപേരും ഈ 3 വർഷം കൊണ്ട് ഒരുപാട് പഠിച്ചിരിക്കുകയാണ്. ആ പഠനം, അവർ നേടിയ സ്പെല്ലുകൾ ഒക്കെ അവർ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർക്ക് രണ്ടുപേർക്കും ഉറപ്പാണ്. പുറത്തേക്ക് ഇറങ്ങിയതും മാർക്ക് ഫെല്ലർ ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പ്രാവശ്യം ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഒന്നും ഉപയോഗിക്കേണ്ട, നമുക്ക് നടന്ന് സെൻട്രൽ പ്ലെയിനിലേക്ക് പോവാം. ഡെഡ് റിവർ ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ ആ നദി ഉണ്ടാക്കിയിരുന്ന തടസ്സം അവർക്ക് മുന്നിലില്ലാത്തത് കൊണ്ട് സെൻട്രൽ പ്ലെയിനിലേക്ക് നടന്നു പോകാനും പറ്റും. മാർക്ക് അത് പറഞ്ഞതും ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം ഞാനും ഉണ്ടാവും. അവർ രണ്ടുപേരും കൂടി പതുക്കെ നടന്നു തുടങ്ങി. രണ്ടുപേരും റിവേഷൻ ഓൾസ്റ്റേജിലെ കൾട്ടിവേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ നടത്തയ്ക്ക് നല്ല വേഗതയുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആകാശത്തൂടെ അവർ പറക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ യാത്ര അനിശ്ചിതം തുടരുകയാണ്. കാണാത്ത കാഴ്ചകളും കേൾക്കാത്ത ശബ്ദങ്ങളും ഒക്കെ കേട്ട് അങ്ങനെ പോകുമ്പോഴാണ് ആ ഹെവൻലി റീജിയന്റെ ഭംഗി മാർക്കും ചാങ് മാങ്ങും സത്യമായിട്ടും തിരിച്ചറിയുന്നത്. നേരത്തെ മാർക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ജീവൻ രക്ഷിക്കാനുള്ള മാർക്കിന്റെ ആ ഓട്ടത്തിനിടയിൽ മാർക്ക് ആ ഹെവൻലി റീജിയൻ നന്നായി കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. ചാങ് മാങ്ങും അതുപോലെ തന്നെയാണ്. ക്രിംസൺ വൻകരയിൽ വന്നിറങ്ങിയ ചാങ് മാങ് അന്ന് മുതൽ ഷുവാങ്ങിനൊപ്പം ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ആ ഓട്ടത്തിൽ ഷുവാങ്ങിന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ചാങ് മാങ് എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് ഈ തണ്ടർ കോർട്ട്യാർഡിൽ എത്തിയതുകൊണ്ട് ഇപ്പോൾ മാർക്കിനൊപ്പം ആ യാത്രയിലുണ്ട്. ചാങ്ങും മാർക്കും കൂടി ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞതും സെൻട്രൽ പ്ലെയിന്റെ മേഖലയിലേക്ക് കടന്നു. സെൻട്രൽ പ്ലെയിന് ഈ ലീ വൻകരയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു ഭൂപ്രകൃതിയാണ്. ലീ വൻകരയിൽ മലകളുടെ വൻ ശേഖരമുണ്ട്. സൗത്ത് പ്രൊവിൻസും ഈസ്റ്റും നോർത്തും വെസ്റ്റും പിന്നെ തണ്ടർ കോർട്ട്യാർഡുമാണ് ലീ വൻകരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ സെൻട്രൽ പ്ലെയിനിലേക്ക് കടക്കുമ്പോൾ ശരിക്കും അതൊരു പ്ലെയിൻ സ്ഥലമാണ്, സമതലമാണ്. മലകൾ ഒറ്റനോട്ടത്തിൽ അവിടെ വിസിബിൾ അല്ല എന്ന് തന്നെ പറയാം. എന്നാൽ മാർക്ക് സെൻട്രൽ പ്ലെയിനിൽ ആദ്യമായി എത്തിയപ്പോൾ മാർക്ക് എമിലിയെ കാണുന്നത് ഒരു മലയുടെ മുകളിൽ വെച്ചാണ്. മലകൾ സെൻട്രൽ പ്ലെയിനിൽ ഒരു ആഡംബര വസ്തുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണെന്ന് പറയാം. മാർക്ക് അന്ന് പങ്കെടുത്ത ആ വിരുന്ന് നടത്തിയ ആ മല ബ്ലാക്ക് കുടുംബത്തിന്റെ സ്വന്തമാണ്. അതുപോലെ അനവധി മലകൾ ബ്ലാക്ക് കുടുംബത്തിന് സ്വന്തമായിട്ടുണ്ട്.
ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും ശരിക്കും മലകളുടെ ഒരു വൻ ശൃംഖലയുണ്ട്. സാധാരണ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കൊന്നും അത്തരത്തിലുള്ള മലകളില്ല എന്ന് തന്നെ പറയാം. മിക്കവാറും എല്ലാ ഏരിയയും അങ്ങനെ പ്ലെയിനായി കിടക്കുന്ന ആ മേഖലയിലൂടെ മാർക്കും ചാങ്മാങ്ങും ഒത്തിരി നടന്നു കാണും. അവര് നടന്ന് ഒരു സിറ്റിയിലെത്തി. ആ സിറ്റിയിലൂടെ നടന്ന് അവർ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തെത്തിയതും ഒരു ചായക്കടയിലേക്ക് കയറി. റോഡ് സൈഡിൽ അത്യാവശ്യം ഇരിക്കാനും സംസാരിക്കാനും സ്ഥലമുള്ള ഒരു റെസ്റ്റോറന്റ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു കടയിലേക്കാണ് മാർക്കും ചാങ്മാങ്ങും കയറിയത്. അവര് ചായക്ക് ഓർഡർ ചെയ്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ടേബിളുകളിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് ചാങ്ങും മാർക്കും കേട്ടു. ഇനിയിപ്പോ ഇവിടെ ആളുകളുടെ തിരക്കായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും ഇവിടെ വരുമെന്നാണ്. അതെ, ഗൂ കുടുംബത്തിന്റെ അധീനതയിലാണ് ഈ സ്ഥലമെങ്കിലും എല്ലാവരും ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അവരുടെ സംഭാഷണത്തിൽ നിന്ന് മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. അവരിപ്പോ എത്തിയിരിക്കുന്നത് 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ എന്നറിയപ്പെടുന്ന കുടുംബങ്ങളിൽ ഒന്നായ ഗൂ കുടുംബത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്താണ്. മാർക്ക് നേരത്തെ ഗൂ കുടുംബത്തിലെ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗൂ സാങ്ഷന്റെ അനക്കൊണ്ടയുടെ പുറത്തു കയറിയാണ് മാർക്കും ഗൂ സാങ്ഷനും എല്ലാം കൂടി അന്ന് ആ ഫോർബിഡൻ ഏരിയയിലേക്ക് പോയത്. മാർക്കിന് ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. മാർക്ക് അടുത്തിരിക്കുന്ന ടേബിളുകളിലെ ആളുകൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ്. അതെ, അത് മിക്കവാറും ഉടനെ പൊങ്ങി വരും. എന്തോ പൊങ്ങി വരുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുന്ന കേട്ടതും മാർക്ക് തിരിഞ്ഞ് അവരോട് ചോദിച്ചു, അല്ല, എന്ത് പൊങ്ങി വരും എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സുഹൃത്തെ, നിങ്ങളപ്പോ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഇവിടെ ഈ സിറ്റിയിൽ പണ്ടത്തെ ഒരു ക്ഷേത്രം കണ്ടെത്തിയിരിക്കുകയാണ്. ക്ഷേത്രമോ? അതെ, പണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ് ഏതോ ചക്രവർത്തി സ്ഥാപിച്ച ക്ഷേത്രം മണ്ണിനിടയിൽ കിടക്കുകയാണ്. അത് ഈ അടുത്ത കാലത്ത് ചില ആളുകൾ കണ്ടെത്തി. അവിടെ ഖനനം നടക്കുകയാണ്. ചുറ്റുമുള്ള മണ്ണൊക്കെ മാറ്റി കഴിയുമ്പോൾ ആ ക്ഷേത്രം പൂർണ്ണമായും പൂർത്തിയാകും. പൂർണ്ണമായും എല്ലാവർക്കും കാണാൻ പറ്റും. ഇപ്പൊ തന്നെ ആളുകൾ ഒരുപാട് അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് ശരിക്കും ഒരു അനക്കം ഉണ്ടായി. സകലരുടെ ശ്രദ്ധ ആകാശത്തിൽ തിരിയുമ്പോൾ ഒരു കൂറ്റൻ ആകാശ കപ്പൽ അതുവഴി പതുക്കെ വരുന്നത് അവിടേക്ക് ശ്രദ്ധപ്പെട്ടു. മാർക്കും ചാങ്മാങ്ങും ആകാശത്ത് കാണുന്ന ആ കപ്പലിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞു, അത് സെയിന്റസ് ഗൂവിന്റെ ഷിപ്പാണ്. അവരും ആ അമ്പലം കാണാൻ വരുന്നതാകും. സെയിന്റസ് ഗൂ. മാർക്കിന് ഒരു കൗതുകം തോന്നി അത് കേട്ടപ്പോൾ. ഒരു ദേവത എന്ന അർത്ഥത്തിലാണ് സെയിന്റസ് ഗൂ എന്ന് അവർ പറയുന്നത്. ഗൂ കുടുംബത്തിലെ രാജകുമാരി ആയിരിക്കും ഈ സെയിന്റസ് എന്ന് അവർ വിളിക്കുന്നത്. അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും ആ വാഹനം ആകാശത്തൂടെ അവരുടെ നേരെ മുകളിലേക്ക് വന്നു. ചാങ്മാങ്ങും മാർക്കും എന്ന് വേണ്ട ആ കടയിലുള്ള മുഴുവൻ ആളുകളും വല്ലാത്തൊരു കൗതുകത്തോടെ ആ ആകാശ കപ്പലിലേക്ക് നോക്കുമ്പോൾ ലോക സുന്ദരി എന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിൽ ഒരു സുന്ദരി അതിനകത്തിരിക്കുന്നത് അവരെല്ലാവരും കണ്ടു. ആ സുന്ദരിയെ കണ്ടതും സകലരുടെ മുഖം സന്തോഷം കൊണ്ട് അങ്ങ് മതിമറക്കുകയാണ്. മാർക്ക് എമിലി എമിലി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. മാർക്കിന്റെ പോലും വാ ഏതാണ്ട് പിളർന്നു വരികയാണ്. അത്ര സൗന്ദര്യമുള്ള ഒരു യുവതി ആ കപ്പലിനകത്തുണ്ട്. ആ ആകാശ കപ്പലിനകത്തിരിക്കുന്ന ആ സുന്ദരി തന്നെ നോക്കിയിരിക്കുകയാണ് ചാങ്മാൻ. അവർക്ക് ആ യുവതിയെ പൂർണ്ണമായും നോക്കിക്കാണാൻ പറ്റില്ല. അതിനു മുമ്പ് ആ ഷിപ്പ് അവരെ കടന്നുപോയി. ആ ഷിപ്പ് പോകുന്ന വഴിയിലേക്ക് ചാങ്മാൻ കണ്ണു പതിക്കാതെ നോക്കുന്ന കണ്ടതും മാർക്ക് ചാങ്ങിനോട് ചോദിച്ചു, ഏയ് ചാങ്, എന്തു പറ്റി? ആ പെണ്ണിൽ നീ അങ്ങ് പെട്ടുപോയെന്ന് തോന്നുന്നു. ഏയ് മാർക്ക്, അതും പറയാതെ ഞാനേ ശരിക്കും ആ കപ്പലാ കണ്ടത്. ഇപ്പൊ ഞെട്ടിയത് മാർക്ക് ഫില്ലറാണ്. മാർക്ക് വിചാരിച്ചു ആ കപ്പലിനകത്തിരിക്കുന്ന ആ സുന്ദരിയാണ് ചാങ്മാൻ കണ്ടതെന്ന്. ചാങ് ആ സുന്ദരിയെ കണ്ടില്ലെന്നും മറിച്ച് ആ സുന്ദരി ഇരുന്ന കപ്പലാണ് കണ്ടതെന്ന് കേട്ടപ്പോ മാർക്ക് കൗതുകത്തോടെ ചാങ്മാങ്ങിനെ നോക്കി. ചാങ്ങിന്റെ മറുപടി അടുത്ത ടേബിളിലിരിക്കുന്ന ആളുകളെ ശരിക്കും പൊട്ടിച്ചിരിപ്പിച്ചു എന്ന് പറയാം. ഏയ്, നീ കൊള്ളാലോ, നല്ല തമാശയാണല്ലോ ഈ പറയുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാം ചാങ്മാങ് ഉൾപ്പെടെ എല്ലാവരും ആ കപ്പലിൽ ഉണ്ടായിരുന്ന സുന്ദരിയെ തന്നെയാണ് നോക്കിയത്. മാർക്ക് അവരോട് ചോദിച്ചു, അല്ല, ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക്? സുഹൃത്തെ, ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. ഒരു 4 സ്റ്റാർ ഇവിടുന്ന് നടന്നാൽ നമുക്ക് അവിടെ എത്താം. 4 സ്റ്റാർ എന്ന് പറയുമ്പോൾ 4 കിലോമീറ്റർ. അത് കേട്ടതും മാർക്കും ചാങ്മാങ്ങും മുഖത്തോട് വന്ന് നോക്കി. അവര് ചായക്കുള്ള പണമൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കൂടുതലുള്ള ആളുകൾ ചോദിച്ചു, അല്ല, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വേണം. അതെ, എന്താണെന്ന് നോക്കാമല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്കും ചാങ്ങും കൂടി ആ ദിശ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. അവരെങ്ങനെ ആ ക്ഷേത്രം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അനവധി ആളുകൾ അവിടേക്ക് നടന്നു പോകുന്നത് അവർ കണ്ടു. സകലരുടെയും ലക്ഷ്യം ആ ക്ഷേത്രമാണെന്ന് അവർക്കൊപ്പം നടക്കുന്ന സമയത്ത് മാർക്കിനും ചാങ്മാങ്ങിനും മനസ്സിലായി. എല്ലാവരും ഭൂമിക്കുള്ളിൽ നിന്ന് കുഴിച്ചെടുക്കപ്പെടുന്ന ആ ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മാർക്ക് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു. ആ ക്ഷേത്രത്തിന് ചുറ്റും എന്തായാലും ഫോർമേഷൻ കാണും. അകത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമാകാതിരിക്കാൻ ഫോർമേഷൻ ഉറപ്പായും ഉണ്ടാവും. മാർക്കിനും പരിചയമുള്ള ഒരു വാക്കാണ് ആ ഫോർമേഷനും ക്ഷേത്രവും ഒക്കെ. ഭൂമിയിലായിരിക്കുമ്പോഴും
മാർക്ക് അത് കണ്ടിട്ടുണ്ട്. ഫോർമേഷൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ മാർക്ക് പലതവണ ആ ഫോർമേഷൻ കണ്ടതാണ്. എന്തായാലും അതിശക്തമായ ഒരു ഫോർമേഷൻ ആ കുഴിച്ചെടുക്കപ്പെടുന്ന ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടാകുമെന്നുള്ള കാര്യം മാർക്കിന് ഉറപ്പായി. മാർക്കും ചാങ്മാങ്ങും ആ ക്ഷേത്രം കുഴിച്ചെടുക്കുന്ന സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്തിയിരിക്കുകയാണ്. സകലരും ആ ക്ഷേത്രം കുഴിക്കുന്ന ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം കുഴിക്കുന്നതിന്റെ അടുത്തേക്ക് ആളുകൾ പോയി നോക്കും, തിരിച്ചു വരും. എല്ലാവരും വളരെ ആക്റ്റീവായി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ അവരെ കടന്നുപോയ ആ ആകാശ കപ്പൽ എവിടെയോ പോയതിനു ശേഷം മടങ്ങി ആ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി. ക്ഷേത്രത്തിന് മുന്നിൽ തുറസായ ഒരു പ്ലേസിൽ ആ കപ്പൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്ത ആ കപ്പലിൽ നിന്ന് ആ സുന്ദരി പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ ആകാശത്ത് വെച്ച് കണ്ടതിനേക്കാൾ സുന്ദരിയാണ് ആ കപ്പലിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതിയെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മാർക്കിന് ചാങ്മാങ്ങിന് മനസ്സിലായി. ആ സുന്ദരി ക്ഷേത്രത്തിന് നേരെ നടക്കുകയാണ്. ആ സുന്ദരി അങ്ങനെ നടക്കുന്ന കണ്ടതും മാർക്കിനും ചാങ്മാങ്ങിനും ഒപ്പം അവിടെ നിൽക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് അവർ കേട്ടു. സെയിന്റ് സ്കൂ എത്ര സുന്ദരിയാണ്. ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തു. മാർക്ക് അവിടെ നടക്കുന്നത് ഒരു പുരാവസ്തു കണ്ടെത്താനുള്ള പരിവേഷണമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ചുറ്റും ഒന്ന് സ്കാൻ ചെയ്തത്. ഒരു പുരാവസ്തു പരിവേഷണം നടക്കുകയാണെങ്കിൽ അനിവാര്യമായും അവിടെ ഒരാൾ എത്തേണ്ടതാണ്. ആ ഒരു ചിന്ത വന്നതുകൊണ്ടാണ് മാർക്ക് ആ ഭാഗം മുഴുവൻ സ്കാൻ ചെയ്തത്. മാർക്കിന്റെ ഊഹം തെറ്റിയില്ല. കുറച്ചു മാറി ആൾക്കൂട്ടത്തിനിടയിൽ ഒരാള് ആ അമ്പലത്തിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നത് മാർക്ക് കണ്ടു. മാർക്ക് ചാങ്മാങ്ങിനെ കൊണ്ട് പതുക്കെ ശബ്ദമുണ്ടാക്കാതെ ആ മനുഷ്യൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ആ മനുഷ്യൻ എല്ലാ ശ്രദ്ധയും ആ അമ്പലത്തിലേക്ക് കൊടുത്തുകൊണ്ട് അവിടേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോൾ തൊട്ടു പുറകിലെത്തിയ മാർക്ക് അയാളെ ഒന്ന് തട്ടി. അയാളുടെ പുറത്ത് മാർക്ക് തട്ടിയതും അയാൾ ഞെട്ടിത്തിരിയുകയാണ്. ഞെട്ടിത്തിരിഞ്ഞ അയാളോടായി മാർക്ക് പറഞ്ഞു, ഏയ് മീശ, നിങ്ങൾ എവിടെ പോയതാ? ഏയ് ആരാ നിങ്ങൾ? മീശ പെട്ടെന്ന് തിരിച്ച് മാർക്കിനോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതും മാർക്ക് മീശയോട് പറഞ്ഞു, ഏയ് മീശ, അടവ് എന്നോട് വേണ്ട. ഞാൻ ചോദിച്ചത് ഉത്തരം പറ. നിങ്ങൾ എവിടെയായിരുന്നു? ഏയ് നീ ആരാ? നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മീശ വീണ്ടും ആ ചോദ്യം ചോദിച്ചതും മാർക്ക് ചുറ്റൊന്നു നോക്കി. അപ്പോഴാണ് മാർക്ക് ആ കാഴ്ച കണ്ടത്. സെയിന്റ് സ്കൂ അമ്പലത്തിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന കാഴ്ച. അവര് അമ്പലം ഇരിക്കുന്നതിന് ചുറ്റുമുള്ള കോമ്പൗണ്ടിന്റെ അകത്ത് കയറി കഴിയും. ആ കോമ്പൗണ്ടിന് ചുറ്റും ഈ ഗൂ കുടുംബത്തിന്റെ ആളുകൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ കഴിയത്തില്ല. സെയിന്റ് സ്കൂവിന് വേണ്ടി മാത്രമായി വാതിൽ തുറക്കപ്പെട്ടു. സെയിന്റ് സ്കൂ ആ വാതിൽ വഴി അകത്തേക്ക് കയറാൻ പോയ ആ നിമിഷത്തിൽ മാർക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ മീശ ഒന്ന് പരിങ്ങുന്നത്. സെയിന്റ് സ്കൂവിനെ കണ്ടതും മീശ പരിങ്ങുന്നത്, സെയിന്റ് സ്കൂവിനെ കണ്ടതുകൊണ്ടാണ് മീശ പരിങ്ങുന്നത്. മാർക്കിന് ആ കാര്യം ഉറപ്പായി. മാർക്ക് മീശയോട് പറഞ്ഞു, ഏയ് മീശ, നിങ്ങള് എനിക്ക് ഒരു സഹായം ചെയ്താൽ മതി. എന്നെ കൂടി ആ അമ്പലത്തിനകത്തേക്ക് കയറ്റണം. ഏയ് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതുവരെ മാർക്കിനെ പരിചയമില്ല എന്ന് പറഞ്ഞ മീശ അങ്ങനെ പറഞ്ഞതും മാർക്ക് മീശയോട് പറഞ്ഞു, ഏ മീശ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെ അധികമൊന്നും വേണ്ട. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് തന്നെ. മീശ അതിന് മറുപടി പറയാതെ മാർക്കിനെ നോക്കുമ്പോഴാണ് മീശ യഥാർത്ഥത്തിൽ സെയിന്റ് സ്കൂവിനെ കണ്ടതും മീശയുടെ മുഖം വിളറിയത് മാർക്ക് കണ്ടു. മാർക്ക് പെട്ടെന്ന് മീശയോട് പറഞ്ഞു, ഏ മീശ, നിങ്ങള് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാനിപ്പോ അവരെ വിളിക്കും. ആരെ വിളിക്കുന്നു? ആ സെയിന്റ് സ്കൂവിനെ വിളിക്കും. ഏയ് മാർക്ക്, നീ വെറുതെ ആളെ ഭയപ്പെടുത്തുന്നു വേണ്ട. സെയിന്റ് സ്കൂവിനെ നീ വിളിച്ച എനിക്കെന്ത്? അങ്ങനെ മീശ പറഞ്ഞതും മാർക്ക് ഉറക്കെ ഒറ്റ വിളി, ഏയ് സെയിന്റസ്. സെയിന്റ് സ്കൂവും അവൾക്കൊപ്പമുള്ള ആളുകളും ആ ക്ഷേത്ര കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കടക്കാനായി തുടങ്ങുന്ന ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ സെയിന്റസ് സെയിന്റസ് എന്ന് വിളിച്ചത്. മാർക്ക് അങ്ങനെ വിളിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഈ സെൻട്രൽ പ്ലെയിനിലെ ഗ്രേറ്റസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ഒന്നായ ആ ഗൂ കുടുംബത്തിന്റെ പ്രിൻസസ് അല്ലെങ്കിൽ സെയിന്റസിനെ അങ്ങനെ ആരും വിളിക്കാറില്ല. അതിനുള്ള ധൈര്യം ആർക്കുമില്ല എന്നതാണ് സത്യം. മാർക്ക് അങ്ങനെ വിളിച്ചപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഞെട്ടി അമ്പരപ്പോടെ മാർക്കിനെ നോക്കുമ്പോൾ ശരിക്കും വിളറിപ്പോയത് മീശയാണ്. മീശ യഥാർത്ഥത്തിൽ വേഷപ്രച്ഛനായിട്ടാണ് അവിടെ എത്തിയിരിക്കുന്നത്. മാർക്കിന് പരിചയമുള്ള മീശ അല്ല ഇപ്പൊ അവിടെ നിൽക്കുന്നത്. മീശ വേഷം ആകെ മാറിയിരിക്കുകയാണ്. മുഖവും പ്രത്യേക രീതിയിൽ മറച്ചിരിക്കുകയാണ്. പക്ഷേ മാർക്കിന് അയാളെ തിരിച്ചറിയാൻ കഴിയുന്നത് അയാളുടെ മീശ കൊണ്ട് മാത്രമല്ല, അയാളുടെ സ്മെല്ല് കൊണ്ടുകൂടിയാണ്. മാർക്കിന് ആ സ്മെല്ല് എവിടെ വെച്ച് തിരിച്ചറിയാൻ പറ്റും. മാർക്ക് തന്നെ മീശയോട് പറയും, മീശയുടെ ഒരു അവിഞ്ഞ ഗന്ധം അത് ഒരു കാരണവശാലും മാറില്ല. മാർക്ക് അത് പറയുമ്പോഴൊക്കെ മീശ മാർക്കിനോട് ദേഷ്യപ്പെടുകയാണ് പതിവ്. പക്ഷെ ഇപ്പൊ ഈ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ സെയിന്റസ് സെയിന്റസ് എന്ന് വിളിച്ചതും മീശ പെട്ടെന്ന് കൈ ഉയർത്തി മാർക്കിന്റെ വാ അങ്ങ് പൊത്തി. ഏയ് മാർക്ക്, നീ മിണ്ടായിടാ. ഏയ് മാർക്ക്, മിണ്ടാതിടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വാ പൊത്തുമ്പോഴേക്കും
സെയിന്റസ് എന്നുള്ള മാർക്കിന്റെ വിളി സ്വാഭാവികമായും സെയിന്റസ് ഗു കേൾക്കുകയും ചെയ്തു. അവൾ കൗതുകത്തോടെ തിരിഞ്ഞ് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ കുറെ ആളുകളുണ്ട്. സെയിന്റസ് ഗു ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടതും മാർക്കിന്റെ പുറകെ നിൽക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് വിറച്ചു തുടങ്ങിയാണ്. ആ സെയിന്റസ് ഗുവിന് അവരോട് ദേഷ്യം തോന്നിയാൽ അവരുടെ കാര്യം പോക്കാണ്. എന്ത് പറയണമെന്നറിയാതെ ആ ആളുകൾ ശരിക്കും ഭയത്തോടെ സെയിന്റസ് ഗുവിനെ നോക്കിയ ആ നിമിഷത്തിൽ സെയിന്റസ് ഗു മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. മാർക്കിന്റെ തൊട്ടടുത്ത് മാർക്കിന്റെ വാ പൊത്തിപ്പിടിച്ചു നിന്ന മീശ ശരിക്കും വിറച്ചു തുടങ്ങി. മീശ പെട്ടെന്ന് മാർക്കിന്റെ വായിന്ന് കൈയെടുത്തിട്ട് ശബ്ദമുണ്ടാക്കാതെ മാർക്കിന്റെ പുറകിലോട്ട് മാറി. ഇതിനിടയിൽ സെയിന്റസ് ഗു നടന്ന് മാർക്കിന്റെ മുന്നിലെത്തി. സുഹൃത്തെ, എന്താ എന്നെ വിളിച്ചത്? മാർക്കിന്റെ തൊട്ട് മുന്നിലെത്തിയ ആ സെയിന്റസ് ഗു അങ്ങനെ ചോദിച്ചതും എന്ത് മറുപടി പറയണമെന്നറിയാതെ മാർക്ക് ഒരു നിമിഷം ഒന്ന് കറങ്ങി. മാർക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു മറുപടി പറഞ്ഞു. സെയിന്റസിനെ പോലെ ഒരു സുന്ദരിയെ ഞാൻ ആദ്യമായി കാണുന്നത്, അതുകൊണ്ട് കണ്ടപ്പോൾ അറിയാതെ വിളിച്ചു പോയതാണ്. മാർക്കിന്റെ ആ മറുപടി സെയിന്റസ് ഗുവിന് ഇഷ്ടപ്പെട്ടു. സെയിന്റസ് ഗു കൗതുകത്തോടെ മാർക്കിനെ ഒന്ന് നോക്കി. അവര് മാർക്കിനെ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ നോക്കിയതാണ്. പെട്ടെന്ന് അവരുടെ മുഖത്ത് വല്ലാത്തൊരു അതിശയം. അവരുടെ മുഖം അങ്ങ് തിളങ്ങി വരികയാണ്. ആ അതിശയം അങ്ങനെ വലുതായി വരികയാണ്. അമ്പരപ്പ് അവരുടെ മുഖത്തുണ്ട്. അവരുടെ കണ്ണുകളിൽ നമുക്ക് വായിക്കാം. മാർക്കിനെ കൗതുകപൂർവ്വം നോക്കിയിട്ട് സെയിന്റസ് ഗു മാർക്കിനോടായി പറഞ്ഞു, കയോട്ടിക് ബോഡി? തന്റെ കയോട്ടിക് ബോഡി ഇനി ഒളിച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് അത് കേട്ടതും മാർക്കിന് മനസ്സിലായി. മാർക്ക് അധികം അർത്ഥത്തിൽ ഒന്ന് തലയാട്ടി. ഇത് അതിശയമായിരിക്കുന്നല്ലോ. സെയിന്റസ് വീണ്ടും അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ തൊട്ടടുത്തേക്ക് വന്നു. എന്താ നിങ്ങളുടെ പേര്? എന്റെ പേര് മാർക്ക് എന്നാണ്. മാർക്ക് മനഃപൂർവ്വം പൂർണ്ണ പേര് പറയാത്തതാണ്. മാർക്കിന്റെ പേരിൽ ഒരുപാട് ആളുകളുണ്ട്. മാർക്ക് ഫെല്ലർ എന്ന പേര് ഇപ്പോ സെൻട്രൽ പ്ലെയിനിൽ ലേശം പരിചയം ഉണ്ടാക്കിയിരിക്കുന്ന പേരാണ്. മാർക്ക് ഫെല്ലർ എന്ന പേര് ഇപ്പൊ സെൻട്രൽ പ്ലെയിനിൽ പലരും അറിയും. ഈ സെയിന്റസ് ഗുവും മാർക്ക് ഫെല്ലർ എന്ന പേര് കേട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് മാർക്കിന് അറിയാം. അതുകൊണ്ടാണ് മാർക്ക് പേര് ചോദിച്ചപ്പോൾ മാർക്ക് എന്ന് മാത്രം പറഞ്ഞത്. മാർക്ക് പേര് പറഞ്ഞതും സെയിന്റസ് മാർക്കിനോട് പറഞ്ഞു, ഹലോ മാർക്ക്, ഇത് വല്ലാതെ അതിശയമായിരിക്കുകയാണ്. ഇവിടെ ഈ സെൻട്രൽ പ്ലെയിനിൽ സി കുടുംബത്തിലെ ഷൈനിന് മാത്രമാണ് കയോട്ടിക് ബോഡി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതാ പുതിയൊരാൾ കൂടി കയോട്ടിക് ബോഡിയുമായി സെൻട്രൽ പ്ലെയിനിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ല, എന്താ നിങ്ങളിവിടെ വന്നത്? സെയിന്റസ്, അതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇവിടെ ഒരു ക്ഷേത്രം കുഴിച്ചെടുക്കപ്പെടുകയില്ലേ, എന്തെങ്കിലും കിട്ടുമെന്നറിയാനാണ് ഞാൻ വന്നത്. മാർക്കിന്റെ ആ ലളിതമായ അതേസമയത്ത് കൃത്യമായ ആ മറുപടി സെയിന്റസ് ഗുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവര് ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് പിന്നീട് കാണാം. സെയിന്റസ് ഗു അതിനുശേഷം നടന്ന് ആ വന്ന ഭാഗത്തേക്ക് ചെന്നതിന് ശേഷം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലേസിലേക്ക് നടന്നു. അവിടെ ഒരു ചെറിയ പവലിൻ ഒരുക്കിയിട്ടുണ്ട്. അവൾ ആ പവലിനിലേക്കാണ് നടന്നത്. ഇവരൊക്കെ നിൽക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 40 അടി മാറിയാണ് ക്ഷേത്രം കുഴിക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മണ്ണാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മണ്ണ് നീക്കാനൊക്കെ വലിയ സംവിധാനങ്ങൾ തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ നീക്കിയ മണ്ണ് നോക്കുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിന്റെ വലിപ്പം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടും. ശരിക്കും ഒരു കൂറ്റൻ ക്ഷേത്രമാണ് കുഴിച്ചെടുക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ നീക്കുന്നത്. മുൻഭാഗത്തെ മണ്ണ് നീക്കി ക്ഷേത്രവാതിൽ തുറന്നു കഴിഞ്ഞാൽ ആ വാതിൽ വഴി അകത്തേക്ക് അടക്കാം. ആ സമയത്ത് ക്ഷേത്രത്തിന് മുകളിൽ മണ്ണുണ്ടാവും. അത് അവർക്കൊരു വിഷയമല്ല. മുൻഭാഗം തുറന്നു കിട്ടിയാൽ മാത്രം മതി. ക്ഷേത്രത്തിനകത്ത് കടന്നു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് എത്ര വിസ്താരമുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എന്തായാലും ഒരുപാട് വിസ്താരമുള്ള ഒരു കൂറ്റൻ ക്ഷേത്രമാണ് അവിടെ കുഴിച്ചെടുക്കപ്പെടുന്നതെന്ന് അതിന്റെ മുൻവശത്തെ മതിലും അതിനനുബന്ധിച്ച് വാതിലും മണ്ണ് മാറ്റി കണ്ടപ്പോൾ തന്നെ ആൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഒരു കൂറ്റൻ സ്റ്റോൺ വാതിലാണ് അവിടെ ഉള്ളത്. അതിവിശാലമായ ഒരു വാതിൽ. ആ വാതിലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുഭാഗത്തേക്കുമായി കെട്ടപ്പെട്ടിരിക്കുന്ന മതിലിനും അതുപോലെ തന്നെ കനമുണ്ട്. മാർക്ക് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നിൽക്കുമ്പോൾ ഒരു സ്പേസ് ഷിപ്പ് കൂടി അവിടെ ലാൻഡ് ചെയ്തു. ആ ലാൻഡ് ചെയ്ത സ്പേസ് ഷിപ്പിനെ കണ്ടതും കൂടുന്ന ആളുകൾ പറഞ്ഞു, ബ്ലാക്ക് കുടുംബത്തിൽ നിന്നും ആളുകൾ എത്തിയല്ലോ. ബ്ലാക്ക് കുടുംബം കേട്ടതും മാർക്ക് അറിയാതെ ആ ഷിപ്പിന്റെ ഭാഗത്തേക്ക് നോക്കി പോവുകയാണ്. എമിലി ബ്ലാക്ക് എങ്ങനും ഇനി ഈ ക്ഷേത്രം കാണാൻ വരുന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം മാർക്കിന്റെ മനസ്സിൽ വന്നതും സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ആ ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ചെറുപ്പക്കാരനെ കണ്ടതും മാർക്കിന്റെ പുറകെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത് ബ്ലാക്ക് കുടുംബത്തിലെ ബ്രയാൻ ആണല്ലോ, ബ്രയാൻ ബ്ലാക്ക് എന്ന് വിളിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ നടന്ന് സെയിന്റസ് ഗുവിന്റെ അടുത്തെത്തി. അവർ തമ്മിൽ സൗഹൃദത്തോടെ സംസാരിക്കുന്നത് ദൂരെ നിൽക്കുന്ന മാർക്കിനും ചാങ്മാങ്ങിനും അതുപോലെ മീശയ്ക്കും കാണാം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു കപ്പലെത്തി. ആ കപ്പലിന്റെ പുറത്ത് ഷീ എന്ന് എഴുതിയിട്ടുണ്ട്.
ഷീ കുടുംബത്തിന്റെ കപ്പലാണ് എത്തിയത്. ആ സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ആള് ആരാണെന്ന് മാർക്കിന്റെ കൂടെയുള്ള ആളുകൾ മാർക്കിനോട് പറഞ്ഞു. അത് ഷിഫോങ് ആണ്. ഷീ കുടുംബത്തിലെ അതിശക്തന്മാരിൽ ഒരാളാണ് ഈ ഷിഫോങ്. അയാളും സെയിന്റസ് ഗുവിന്റെ അടുത്തേക്ക് എത്തി. അവർ മൂന്നും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് മീശയും കൊണ്ട് പുറകോട്ട് നടന്നു. മീശയോടായി മാർക്ക് പറഞ്ഞു, മീശ, എനിക്ക് ഈ ക്ഷേത്രത്തിനകത്ത് കടക്കണം. അതിന് നീ എന്നെ സഹായിച്ചേ പറ്റൂ. മാർക്ക്, നീ വിചാരിക്കും പോലെ എളുപ്പമല്ല ആ ക്ഷേത്രത്തിൽ കടക്കാന്നുള്ളത്. മീശ, അതുകൊണ്ടല്ലേ ഞാൻ മീശയോട് പറഞ്ഞത് എന്നെ ഒന്ന് സഹായിക്കണം. ഓക്കെ, എന്റെ കയ്യിൽ ഒരു ഡ്രസ്സുണ്ട്, ഞാൻ ആ ഡ്രസ്സ് നിനക്ക് തരാം. പക്ഷെ കിട്ടുന്നതിൽ പകുതി നീ എനിക്ക് തരണം. മാർക്ക് സമ്മതിച്ചു. ആ സമയത്ത് തന്നെ മീശ മാർക്കിനെ അയാളുടെ നിലവറയിൽ നിന്ന് ഒരു ഡ്രസ്സ് ഹാൻഡ് ഓവർ ചെയ്തു. ശരിക്കും ഒരു പച്ച നിറത്തുള്ള ഡ്രസ്സാണ് മീശ മാർക്കിന് കൊടുത്തത്. മാർക്ക്, നീ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഡ്രസ്സ് ഇടാതെ നിനക്ക് ഒരു കാരണവശാലും അകത്ത് കയറാൻ പറ്റില്ല. അത് കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, അപ്പൊ അവരൊക്കെയോ? മാർക്ക്, അവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കാണും, അതില്ലാതെ അവർക്കും അകത്ത് കയറാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് മെറ്റീരിയൽസ് അകത്ത് കയറാൻ വേണമെന്ന് മീശ പറഞ്ഞതും മാർക്ക് മീശയോട് ചോദിച്ചു, അല്ല മീശ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ ശരി ഉത്തരം പറയുമോ? മാർക്ക്, നീ ചോദിക്കും. ആ ഗു കുടുംബത്തിലെ സെയിന്റസുമായിട്ട് എന്താണ് പ്രശ്നം? മാർക്ക്, അതൊന്നും പുറത്തു പറയാൻ കഴിയുന്ന പ്രശ്നമല്ല. മീശ, കാര്യം പറ. മാർക്ക് ഒരുപാട് നിർബന്ധിച്ചപ്പോ മീശ അവസാനം ചില കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞു. മാർക്ക്, നിനക്കറിയാമല്ലോ പരിവേഷണം നടത്തുകയാണ് എന്റെ പണിയെന്നും. ഞാൻ ഈ ശവക്കല്ലറകളും അതുപോലെ നിലവറകളും ഒക്കെ കയറി ഇറങ്ങിയാണ് കിട്ടാവുന്ന വിഭവങ്ങളൊക്കെ ശേഖരിക്കുക. അങ്ങനെ ഒരു തവണ ഞാൻ ഈ ഗു കുടുംബത്തിൽ വന്നിരുന്നു. ഈ ഗു കുടുംബത്തിന്റെ ആൻസിസ്റ്റേഴ്സിനെയൊക്കെ അടക്കിയിരുന്ന കല്ലറകളുടെ ഭാഗത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ കല്ലറയൊക്കെ പരിശോധിച്ച് വരുമ്പോൾ ഒരു നിലവറ കണ്ടു. ആ നിലവറയൊക്കെ പരിശോധിച്ച് ഞാൻ നടന്നെത്തിയത് ശരിക്കും ഒരു കുളിമുറിയിലായിരുന്നു. കുളിമുറിയില്ല, അതേ മാർക്ക്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ സെയിന്റസ് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും അവർ കുളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ കുറച്ചേരം നോക്കി നിന്നുപോയി. അവര് എന്നെ കണ്ടു, അതാ വിഷയം. മാർക്കിന് കഥ മനസ്സിലായി. സെയിന്റസ് ഗു കുളിക്കുന്നിടത്തേക്ക് നുഴഞ്ഞു കയറിയ മീശയെ സെയിന്റസ് ഗു കൈയോടെ പിടികൂടി കാണും. അവിടുന്ന് ജീവനും കൊണ്ട് മീശ ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അന്ന് ഈ ഗു കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞാനങ്ങ് ഭൂമിയിലെത്തിയത്. എന്റെ ബോഡി ഇവരെല്ലാം കൂടി കത്തിച്ച് കളഞ്ഞായിരുന്നു. എന്റെ ബോഡി പോലും എനിക്ക് ഉപേക്ഷിച്ചിട്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. മീശയ്ക്ക് ഇപ്പോൾ ഉള്ള ബോഡി അതിനുശേഷം മീശ സംഘടിപ്പിച്ചെടുത്തതാണ്. മീശ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, എന്തായാലും ഇനി അവരുടെ അടുത്തുനിന്ന് ചെന്ന് പെടണ്ട. മാർക്ക്, ഇനി അവർക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ബോഡി ആകെ മാറ്റിയല്ലോ. പക്ഷേ മാർക്ക്, എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. അന്ന് എനിക്കുണ്ടായിരുന്ന അതേ മീശ ഈ ബോഡിയിലും എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ മീശ എന്ന് അന്ന് വിളിച്ചിരുന്ന ആളിൽ ഇപ്പൊ കണ്ടാലും വിളിച്ചു. മാർക്കിനെ ശരിക്കും അതിശയിപ്പിച്ചൊരു കമന്റാണ് മീശ ഇപ്പൊ മാർക്കിനോട് പറഞ്ഞത്. ഗു കുടുംബത്തിന്റെ ആ വസതിയിലേക്ക് നുഴഞ്ഞു കയറിയ മീശ അന്ന് ഉപയോഗിച്ചിരുന്ന ബോഡിയല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത്. പക്ഷെ രണ്ടിലും പ്രത്യേകത മീശയാണ്. പെട്ടെന്ന് മാർക്ക് എന്തോ ആലോചിച്ച പോലെ മീശയോട് ചോദിച്ചു, അല്ല മീശ, ഈ ക്ഷേത്രം എന്നത്തേക്ക് ശരിയാവും? മാർക്ക്, ഇപ്പൊ നടക്കുന്ന ആ പണിയുടെ വേഗത വെച്ച് നോക്കിയാൽ ഒരു 4 ദിവസം, അത് കഴിയുമ്പോൾ പ്രധാന വാതിൽ തുറക്കപ്പെടും. ഇപ്പോ മാർക്കിന് പ്രധാന വാതിൽ കാണാം. ഒരു കല്ലുകൊണ്ടുള്ള വാതിലാണ്. പക്ഷെ വാതിൽ തുറക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. മുൻഭാഗത്ത് മണ്ണ് മാറ്റാനുണ്ട്. മീശ ആ വാതിൽ തുറക്കാൻ സാധ്യതയുള്ള ഒരു തീയതി മാർക്കിനോട് പറഞ്ഞതും മാർക്ക് മീശയുടെ യാത്ര പറഞ്ഞിട്ട് ചാങ്മാങ് വായി അല്പം ദൂരേക്ക് മാറിയിരുന്നു. അവിടെ ഇരുന്ന മാർക്ക് കണ്ണടച്ച് മാർക്കിന്റെ അച്ഛന്റെ ആ പുതിയ ലൈബ്രറി പരിശോധിച്ചു തുടങ്ങി. ഒരു പ്രത്യേക കാര്യം പരിശോധിക്കാനായിട്ടാണ് പെട്ടെന്ന് മാർക്ക് മീശയുടെ അടുത്തുനിന്ന് അവിടേക്ക് മാറിയിരുന്നത്. മാർക്ക് നോക്കുന്നത് ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലെ ഫോർമേഷൻ എങ്ങനെ മറികടക്കാമെന്നുള്ള ടെക്നിക്ക് ഉണ്ടോന്നാണ്. പുരാവസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരു വൻ ലൈബ്രറി തന്നെ മാർക്ക് പരതിയപ്പോൾ മാർക്കിന്റെ മനസ്സിലുണ്ട്. മാർക്കിന്റെ അച്ഛൻ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നടത്തിയിരിക്കുന്നത്. മാർക്ക് ഇപ്പോൾ ആ ഗു ഫാമിലിയുടെ അധീനതയിലുള്ള ആ സിറ്റിയിൽ കാണുന്ന അതേ ടെമ്പിളിനെ കുറിച്ചുള്ള വിശേഷങ്ങളും മാർക്കിന്റെ മനസ്സിനകത്തുണ്ട്. ആ അമ്പലത്തിനകത്തേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നും ആ അമ്പലത്തിനകത്തൂടെ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അവിടെയുള്ള കില്ലിംഗ് ഫോർമേഷൻ എങ്ങനെ മറികടക്കാമെന്നും വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് മാർക്ക് കണ്ടത്. മാർക്ക് അത് അതിവേഗം മനഃപ്പാടമാക്കി.
മാർക്ക് ആ മനഃപ്പാടമാക്കിയ സംവിധാനം മനസ്സിലോട്ട് ഒന്ന് കേന്ദ്രീകരിച്ചതും മാർക്കിനിപ്പോൾ ആ ക്ഷേത്രം കൃത്യമായി കാണാം. ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന വാതിൽ കടന്ന് വലത് ഭാഗത്തേക്ക് മൂവ് ചെയ്ത് പോകുമ്പോൾ ആ കില്ലിംഗ് ഫോർമേഷൻ മറികടക്കാൻ പറ്റുന്നുണ്ട്. വലത് ഭാഗത്തെ വഴിയിലൂടെ ഏകദേശം ഒരു 10 അടി നടക്കുമ്പോൾ അവിടെ ഒരു കില്ലിംഗ് ഫോർമേഷൻ ഉണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ വെച്ച് ഏതൊരാളും കൊല്ലപ്പെടും. 10 അടി നടന്നു കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിയണം. നേരെ നടക്കാൻ വഴിയുണ്ട്. നേരെ കാലെടുത്ത് വെച്ചാൽ ആ നിമിഷം ആൾ കൊല്ലപ്പെടും. ആ ശൈലിയിലാണ് അവിടെ ആ ഫോർമേഷൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ കാല് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷൻ. മാർക്ക് ആ അമ്പലത്തിനകത്തുകൂടി കണ്ണടച്ചുകൊണ്ട് അങ്ങനെ യാത്ര ചെയ്തു. മണിക്കൂറുകളോളം മാർക്ക് അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അമ്പലത്തിനകത്ത് ഒരുപാട് ദൂരം മാർക്ക് യാത്ര ചെയ്ത് കാണും. കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ മാർക്കിന്റെ അച്ഛന്റെ ആ ലൈബ്രറിയിൽ പറയുന്ന വഴി പിന്തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ധാരണയായി. അങ്ങനെ തോന്നിയതും മാർക്ക് മാർക്ക് കണ്ണടച്ചിരിക്കുന്നത് ചാങ്മാങ് കണ്ടിരുന്നു. മാർക്ക് ഏതോ സ്പെല്ല് പ്രാക്ടീസ് ചെയ്യാണെന്ന് ചാങ്മാങ്ങിന് തോന്നിയത് കൊണ്ടാണ് ചാങ്മാങ് മാർക്കിനോട് സംസാരിക്കാതിരുന്നത്. മാർക്ക് കണ്ണ തുറന്നതും ചാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ ഏത് സ്പെല്ല പ്രാക്ടീസ് ചെയ്ത്? ചാങ്, ഞാൻ ഈ പഴയ കാര്യങ്ങൾ ഓർമ്മയായി ഇങ്ങനെ നോക്കിയായിരുന്നു. ചാങ്മാങ്ങിനോട് കൂടുതൽ വിശദീകരിക്കാൻ മാർക്ക് ആ സമയത്ത് തുനിഞ്ഞില്ല. എന്തായാലും ദിവസങ്ങൾ അതിവേഗം കടന്നുപോയി. 4ാമത്തെ ദിവസം പൂർത്തീകരിക്കപ്പെട്ടു. 4ാമത്തെ ദിവസം പൂർത്തീകരിക്കപ്പെട്ടതും ശരിക്കും ഒരു ആഹ്ലാദത്തിന്റെ ആരവം അവിടെ മുഴങ്ങിയാണ്. ആളുകൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ക്ഷേത്രത്തിലേക്ക് കടക്കാനുള്ള വഴി ഇതാ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സെയിന്റസ് ഗൂവും ഷീ ഷിഫോങ്ങും ബ്രയൻ ബ്ലാക്കും ഒക്കെ റെഡിയായി നിൽക്കുകയാണ്. അവർക്കൊപ്പം 2 ആളുകൾ കൂടെ ഉണ്ട്. ആ ആളുകളെ കണ്ട മാർക്ക് ആ സമയത്ത് മാർക്കിനൊപ്പം എത്തിയ മീശയോട് അവരെക്കുറിച്ച് ചോദിച്ചതും മീശ മാർക്കിനോട് പറഞ്ഞു, അത് പാത്ത് ഫൈൻഡേഴ്സ് ആണ്. അവര് ക്ഷേത്രത്തിനകത്തേക്ക് കടന്നാൽ ഉള്ളിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കാൻ മിടുക്കന്മാരാണ്. അത് കേട്ടതും മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, സത്യത്തിൽ അവരാണോ മിടുക്കൻ അതോ മീശയാണോ? മാർക്ക്, നീ എന്തൊരു കമ്പാരിസണായി നടത്തുന്നത്? എന്നോട് കമ്പയർ ചെയ്യാൻ ഇവരൊക്കെ ആരാ? ആ മറുപടിയിലെല്ലാം ഉണ്ട്. മീശയ്ക്ക് അകത്തുള്ള കില്ലിംഗ് ഫോർമേഷൻ ഒരു വിഷയമേ അല്ല. പക്ഷേ മീശ ഇപ്രാവശ്യം മാർക്കിനൊപ്പം അകത്തേക്ക് വരുന്നില്ല. കാരണം സെയിന്റസ് ഗൂ ആണ്. സെയിന്റസ് ഗൂ അകത്തുള്ള സ്ഥിതിക്ക് മീശ അകത്തേക്ക് കടന്നാൽ ചിലപ്പോൾ അത് പണിയാകും. അതുകൊണ്ട് മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ആ ഡ്രസ്സ് എടുത്തിട്ടെ. കേൾക്കേണ്ട ദിവസം മാർക്ക് ആ പച്ച ഡ്രസ്സ് എടുത്ത് അണിഞ്ഞു. മാർക്ക് ആ പച്ച ഡ്രസ്സ് അണിഞ്ഞതും മാർക്കിന്റെ ഡ്രസ്സുമായി ആ പച്ച ഡ്രസ്സ് അങ്ങ് ലയിച്ചു ചേർന്നു. മാർക്ക് അത്തരത്തിലൊരു ഡ്രസ്സ് ധരിച്ചിരിക്കുന്നുവെന്ന് തോന്നാത്ത ശൈലിയിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് ആ ഡ്രസ്സ് അലിഞ്ഞു ചേരുകയാണ്. ശരിക്കും ഒരു മാന്ത്രിക പ്രൊട്ടക്ഷനാണ് അവിടെ മീശ മാർക്കിന് കൊടുത്തത്. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞു തൽക്കാലം ഞാൻ അകത്തേക്കില്ല. അകത്തുനിന്ന് നിനക്ക് കിട്ടുന്ന കാര്യം നീ എനിക്ക് ഷെയർ ചെയ്യണമെന്നില്ല. തൽക്കാലം നീ മാത്രം കയറിയാൽ മതി. ഏയ് മീശ, അതെന്താ അങ്ങനെ പറഞ്ഞത്? മാർക്ക്, ഇതൊരു പൂർണ്ണ വളർച്ചയെത്തിയ ക്ഷേത്രമൊന്നുമല്ല. ഇതൊരു ഹാഫ് ഡെവലപ്ഡ് ടെമ്പിളാണ്. ഇവിടെ അധികം കാര്യങ്ങളൊന്നും കാണത്തില്ല. മീശ ഒരുപാട് ക്ഷേത്രങ്ങളെയും അതുപോലെ കല്ലറകളെയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം ഒരു പകുതി വികസിക്കപ്പെട്ട ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കാൻ മീശയ്ക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ആ ക്ഷേത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് കുഴിച്ചു മൂടപ്പെട്ടതാണെന്നാണ് മീശ പറഞ്ഞു വരുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വൻതോതിലുള്ള ശേഖരങ്ങളൊന്നും അവിടെ ഉണ്ടാകാനും സാധ്യതയില്ല. മാർക്ക് മീശ പറഞ്ഞതനുസരിച്ച് ചാങ്മാങ്ങിനോട് പറഞ്ഞു, ചാങ്മാങ്, ഞാൻ ക്ഷേത്രത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. മാർക്ക് അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് സെയിന്റ് ഗൂവും ടീമും നിൽക്കുന്ന ഭാഗത്തേക്ക് നടക്കുമ്പോൾ മാർക്ക് ചാങ്മാങ്ങിനോട് അങ്ങനെ പറഞ്ഞിട്ട് സെയിന്റ് ഗൂ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. സെയിന്റ് ഗൂവും ബ്ലാക്ക് കുടുംബത്തിലെ ആ ബൈറനും ഷീ കുടുംബത്തിലെ ഷിഫോങ്ങും ആ 2 പാത്ത് കൾട്ടിവേറ്റേഴ്സും മാത്രമാണ് അവിടെ അപ്പം ഉള്ളത്. ആ 5 ടീം നിൽക്കുന്ന സ്ഥലത്തേക്കാണ് മാർക്ക് ചെന്നത്. ആയിരക്കണക്കിന് ആളുകൾ വേറെ ഉണ്ട്. അവരെല്ലാം കോമ്പൗണ്ടിന്റെ പുറത്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് ധൈര്യപൂർവ്വം മാർക്ക് ഫെല്ലർ സെയിന്റസ് ഗൂവിന്റെ അടുത്തേക്ക് നടക്കുന്നത് നേരത്തെ മാർക്കിനോട് സംസാരിച്ചു കൊണ്ടുവന്ന ആളുകൾ കണ്ടത്. ഏയ്, ആ ചെറുപ്പക്കാരനെ കണ്ട അവൻ വീണ്ടും സെയിന്റസിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇപ്രാവശ്യം അവൻ പെട്ടെന്ന് തന്നെ മാർക്ക് സെയിന്റസ് ഗൂവിന്റെ അടുത്തെത്തിയിട്ട് സെയിന്റസ് ഗൂവിനോട് പറഞ്ഞു, സെയിന്റസ്, ഞാനും അകത്തേക്ക് വരാൻ പോവുകയാണ്. അതിന് മറുപടി പറഞ്ഞത് സാക്ഷാൽ ഷിഫോങ് ആണ്. ഏയ്, ആരാ നീ? ഞങ്ങൾക്കൊപ്പം അകത്തേക്ക് കിടക്കാൻ ആരാ നിനക്ക് പെർമിഷൻ നൽകിയത്? ഏയ് സുഹൃത്തെ, ഇത് പൊതു സ്വത്താണ്.
ആർക്ക് വേണമെങ്കിലും അകത്ത് കിടക്കാം. മാർക്ക് പറഞ്ഞ മറുപടി കേട്ടതും സെയിന്റ് സ്കൂ ആ ഷിഫോഗിനോട് പറഞ്ഞു, ഷിഫോ, മിസ്റ്റർ മാർക്ക് പറഞ്ഞത് ശരിയാണ്. ഇതൊരു പൊതു സ്വത്താണ്. ധൈര്യമുള്ള, കരുത്തുള്ള ആർക്ക് വേണമെങ്കിലും അകത്ത് കിടക്കാം. അവിടെ നിന്ന് കിട്ടുന്നത് എന്താണെങ്കിലും അത് അവർക്ക് എടുക്കുകയും ചെയ്യും. സെയിന്റ് സ്കൂ അങ്ങനെ വ്യക്തമാക്കിയതും തർക്കം അവിടെ അവസാനിച്ചു. ഈ നിമിഷത്തിൽ നിശബ്ദനായി നിൽക്കുന്ന ബ്ലാക്ക് കുടുംബത്തിലെ ആ ബ്രയൻ മാർക്കിനെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് കൗതുകത്തോടെ മാർക്കിനോട് പറഞ്ഞു, നീ കയോട്ടിക് ബോഡിയാണല്ലോ. കയോട്ടിക് ബോഡി മാർക്കിന് ഒളിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അത് കേട്ടതും മാർക്കിന് മനസ്സിലായി. മാർക്ക് ബ്രയനോട് പറഞ്ഞു, കയോട്ടിക് ബോഡിയാണ്. കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നിന്നാൽ മാർക്ക് ചിലപ്പോൾ വിഷയത്തിലാണ്. കയോട്ടിക് ബോഡി മാർക്ക് വിശദീകരിച്ചില്ലെങ്കിലും പ്രശ്നമാകുമെന്ന് അടുത്ത നിമിഷത്തിൽ മാർക്ക് മനസ്സിലായി. ബ്രയൻ മാർക്കിനൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് ചോദിച്ചു, നീയാണല്ലേ ആ ഷിയുവിനെ പരാജയപ്പെടുത്തിയ കക്ഷി? സെയിന്റ് സ്കൂവും പെട്ടെന്ന് ഞെട്ടലോടെ മാർക്ക് ഫില്ലർ നോക്കി. മാർക്ക്, നീ മാർക്ക് ഫില്ലർ ആണോ? മാർക്ക് ഒളിച്ചു വെച്ച ആ രണ്ടാം ഭാഗം അവിടെ പെട്ടെന്ന് വെളിവായി. മാർക്ക് അവരോട് പറഞ്ഞു, അത് അങ്ങനെ സംഭവിച്ചു. മാർക്ക്, നീ അപ്പോ തണ്ടർ കോർട്ട്യാർഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണല്ലേ? ശരിക്കും അവർക്ക് എല്ലാവർക്കും അതൊരു അതിശയം ഉണ്ടാക്കി. അങ്ങനെ അവർ സംസാരിക്കുമ്പോൾ മാർക്ക് പറഞ്ഞു, ഞാനും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണേ. നിങ്ങൾക്ക് ശല്യമാകാതെ ഞാൻ കൂടെ നിങ്ങൾക്കൊപ്പം വരാം. എന്തായാലും ആർക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും സെയിന്റ് സ്കൂ ഒന്നും പറയാത്തത് കൊണ്ട് അവര് ഒന്നടങ്കം അകത്തേക്ക് കടന്നു. ആ പാത്ത് ഫൈൻഡേഴ്സ് കൃത്യമായി ഗണിച്ചെടുത്ത വഴികൾ വഴി അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1 മണിക്കൂർ നടന്നപ്പോൾ വഴി രണ്ടായി തിരിഞ്ഞു. വലത് ഭാഗത്തേക്ക് ഒരു വഴി, ഇടത് ഭാഗത്തേക്ക് ഒരു വഴി. ആ പാത്ത് ഫൈൻഡേഴ്സ് വലത് ഭാഗത്തേക്ക് നടക്കുന്ന കണ്ടതും മാർക്ക് അവരോട് പറഞ്ഞു, അതല്ല ശരിയായ പാത, ഇടതുവശത്താണ് ശരിയായ പാത. മാർക്ക് അവർക്കൊപ്പം നടക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആ ബ്ലാക്ക് കുടുംബത്തിലെ ബ്രയൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങള് കണ്ടുപിടിച്ച പാതയാണ് ശരിയെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. നീ കണ്ടുപിടിച്ച പാതയാണ് ശരിയെങ്കിൽ നീ അതിലൂടെ പൊയ്ക്കോ, ഞങ്ങളെന്തിനാ നിർബന്ധിക്കുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്രയാനും കൂടെ ഷിഫാങ്ങും ആ 2 പാത്ത് ഫൈൻഡേഴ്സിനൊപ്പം നടന്നു തുടങ്ങി. ശരിക്കും ഇപ്പോൾ പെട്ടിരിക്കുന്നത് സെയിന്റ് സ്കൂ ആണ്. സെയിന്റ് സ്കൂവിന് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ മാർക്ക് സെയിന്റ് സ്കൂവിനെ തടത്തു. സെയിന്റസ്, ഒരു പ്രാവശ്യം ഞാൻ പറയുന്നത് കേൾക്കാവൂ? ആ വലത് ഭാഗത്തേക്ക് പോകുന്ന വഴി അപകടമാണ്. മാർക്ക്, ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിക്കുക? എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ വിശ്വസിക്കുക? സെയിന്റസ്, ഞാൻ പറഞ്ഞല്ലോ, ഇടത് ഭാഗത്തെ വഴിയിലൂടെ പോയാൽ നമുക്ക് തടസ്സമില്ലാതെ നടക്കാം. സെയിന്റ് സ്കൂ മാർക്ക് പറയുന്നത് കേൾക്കാതെ വീണ്ടും വലത്തേക്ക് നടക്കാൻ പോയതും മാർക്ക് പിന്നെയും അവരുടെ മുന്നിൽ ചെന്നു. സെയിന്റസ്, കിട്ടുന്ന എന്താണെങ്കിലും നമുക്ക് ഈക്വലായി വിധിച്ചെടുക്കാം. മാർക്ക്, അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാൻ അവർക്കൊപ്പം നടന്നാൽ എല്ലാം നമുക്ക് കിട്ടുമല്ലോ. സെയിന്റസ്, അവർക്കൊപ്പം നടന്നാൽ നിങ്ങൾ 3 പേർക്കും കൂടി ആ സംഭവം വീതം വെക്കേണ്ടി വരില്ലേ? ഇവിടെയാകുമ്പോൾ നമ്മൾ 2 പേരില്ലേ ഉള്ളൂ. മാർക്ക്, ശരിയായ പാതയിലൂടെ പോയാലല്ലേ അതിന് കിട്ടത്തുള്ളൂ. സെയിന്റസ്, ഞാൻ പറയുന്നു ഇടതുവശത്തെ പാതയാണ് ശരിയെന്ന്. മാർക്ക് ഒരു പരുവത്തിൽ അവസാനം സെയിന്റ് സ്കൂവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇടതുവശത്തെ വഴിയിലൂടെ നടന്നു തുടങ്ങി. ഇടതുവശത്തെ പാത മാർക്കിന്റെ അച്ഛൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന പാതയാണ്. ആ പാതയിലൂടെ മാർക്കും സെയിന്റസും കൂടി ഏകദേശം 1 മണിക്കൂറെങ്കിലും നടന്നു കാണും. ഒരുപാട് ഊടുവഴികളിലൂടെയാണ് നടക്കുന്നത്. പുറത്ത് ആ ക്ഷേത്രത്തിന്റെ ചുറ്റും കുഴിച്ച ആളുകൾക്ക് പോലും ഇത്രയും വലിപ്പമുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് അവർ വഴി ഉണ്ടാക്കിയെന്നുള്ള കാര്യം അറിയത്തുപോലുമില്ല. മാർക്കും സെയിന്റ് സ്കൂ കൂടി അവസാനം നടന്നെത്തിയത് ഒരു വാതിലിന് അടുത്താണ്. ഒരു കല്ല് കൊണ്ടുള്ള വാതിൽ. ആ വാതിൽ കണ്ടതും മാർക്ക് ആ വാതിൽ ശക്തമായി തള്ളി തുടങ്ങി. മാർക്ക് വാതിൽ തള്ളിയിട്ടും വാതിൽ തുറക്കുന്നില്ല. അത് മനസ്സിലാക്കിയ മാർക്ക് അതിശക്തമായി അതിനെ പഞ്ച് ചെയ്യാൻ പോയതും സെയിന്റ് സ്കൂ മാർക്കിനെ തടുത്തു. മാർക്ക്, നിക്ക്, അതങ്ങനെയല്ല തുറക്കേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ട് അവര് കണ്ണടച്ചു. അവര് എന്തോ മന്ത്രം ചൊല്ലിന് ശേഷം അവരെ കൈ ആ വാതിൽ വെച്ചതും ആ വാതിൽ 2ആയി അങ്ങ് തുറന്നു. വാതിൽ മലർക്കെ തുറക്കുന്ന കണ്ട മാർക്ക് കൗതുകത്തോടെ സെയിന്റസിനെ നോക്കി പോവുകയാണ്. അവർ 2 പേരും അകത്തേക്ക് കടന്നു. അകത്ത് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ചെറിയ അലമാരകളുടെ ഒരു ശൃംഖലയാണുള്ളത്. ആ അലമാരകളിൽ കുറേയേറെ സാധനങ്ങളുണ്ട്. അത് കണ്ടതും സെയിന്റസ് അത് ഓരോന്നായി നോക്കി തുടങ്ങി. മാർക്കിന്റെ ശ്രദ്ധ അതിൽ നിന്നൊക്കെ മാറി മാറി അവസാനം ഒരു കല്ല് പോലുള്ള സംഭവത്തിൽ വന്നു. അതൊരു വിത്താണ്. കല്ല് പോലെ കട്ടിയാണെങ്കിലും അതൊരു വിത്താണെന്ന് കണ്ട മാർക്ക് കൗതുകത്തോടെ ആ വിത്തിനടുത്തെത്തിയതും സെയിന്റ് സ്കൂവും അതിനടുത്തെത്തി. അവരത് കയ്യിലെടുക്കുകയും ചെയ്തു. മാർക്കിന് അതെടുത്ത കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് സെയിന്റ് സ്കൂ കയ്യിലെടുത്തു. അത് കയ്യിലെടുത്ത സെയിന്റ് സ്കൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇത് ഓസ്മാന്തസ് ട്രീയുടെ വിത്താണ്. ഈ ട്രീ ഏറ്റവും പുരാതനമായ ഒരു വൃക്ഷമാണ്. ഈ ട്രീ
ഒരുപാട് മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും. മാർക്ക് ആ സെയിന്റ് സ്കൂവിന്റെ വിശേഷങ്ങൾ കേട്ട് നിശബ്ദനായി നിൽക്കുകയാണ്. ആ വിത്തെടുക്കാൻ മാർക്ക് തുനിഞ്ഞപ്പോഴാണ് ശരിക്കും സെയിന്റ് സ്കൂ അതെടുത്തത്. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് സെയിന്റ് സ്കൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വീതം വയ്ക്കാം. അങ്ങനെ പറഞ്ഞ അവർ അവിടെ കയ്യൊന്ന് അനക്കിയതും എല്ലാ ഷെൽഫിൽ നിന്നും സാധനങ്ങൾ അവിടെ മുൻവശത്ത് വന്നു വീണു. അത് അവരുടെ കൈ അനക്കം കൊണ്ട് തന്നെ 2 പങ്കായി മാറി. ഒരുപാട് സാധനങ്ങൾ അവർക്ക് കിട്ടിയിരിക്കുന്നത്. പലതരത്തിലുമുള്ള ആർട്ടിഫാക്റ്റുകളും ആയുധങ്ങളും ഒക്കെ ഉണ്ട്. മാർക്കിന്റെ ശ്രദ്ധ ആ നിമിഷത്തിലും സെയിന്റസിന്റെ കയ്യിരിക്കുന്ന ആ വിത്തിലാണ്. അതേ തന്നെ മാർക്ക് നോക്കുന്ന കണ്ടതും സെയിന്റസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഇതും വീതം വയ്ക്കാം. ഹേയ് സെയിന്റസ്, നിങ്ങൾ എന്താ പറയുന്നത്? അത് 2ആയി മുറിക്കാമെന്നാണോ? ഏയ് മാർക്ക്, ഈ വിത്ത് നമുക്ക് നട്ടു വളർത്താം. ഇതിന്റെ ഫലം നമുക്ക് ഈക്വലായിട്ട് വീതം വെച്ചെടുക്കാം. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന അതേ ശൈലിയിലുള്ള ഒരു ഡയലോഗാണ് ഇപ്പോൾ സെയിന്റസ് പറഞ്ഞത്. അല്ല, നമ്മളത് എവിടെ നട്ടു വളർത്തും? ഏയ് മാർക്ക്, എനിക്കൊരു സ്ഥലമുണ്ട്. നീ പേടിക്കണ്ട, ഗൂഗിൾ അതിൽ വലിയ ബന്ധമൊന്നുമില്ല. എൻ്റെ സ്വന്തം സ്ഥലമാണ്. എൻ്റെ ഒരു മിസ്റ്റിക് വേൾഡ് ആണ്. ആ മിസ്റ്റിക് വേൾഡിൽ നമുക്ക് ഈ മരം നട്ടുപിടിപ്പിക്കാം. ഇതിന്റെ ഫലം നമുക്ക് ഈക്വലായിട്ട് എടുക്കാം. സെയിന്റ് സ്കൂ പറഞ്ഞതാണ് ശരിക്കും നല്ലൊരു പരിഹാരം. ആ പരിഹാരമല്ലാതെ മറ്റൊന്ന് അതിനില്ല എന്നതാണ് സത്യം. അവര് ആ സ്വത്തുക്കൾ വീതം വെച്ചെടുത്തതിന് ശേഷം രണ്ടുപേരും അവിടുന്ന് പുറത്തേക്ക് കടന്നു. മാർക്കിന്റെ അച്ഛൻ മാർക്കിന് ഡിസൈൻ ചെയ്ത് നൽകിയിരിക്കുന്ന ആ വഴിയിലൂടെ തന്നെ മാർക്കും സെയിന്റ് സ്കൂ കൂടി നടന്ന് പുറത്തെത്തി. അവരെ പുറത്തെത്തുമ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര ആവേശം. പലരും ഓടി മാർക്കിനടുത്തേക്ക് വരികയാണ്. മാർക്ക്, അകത്ത് എന്തുണ്ട്? ആ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, ഏയ് അകത്ത് വലുതായിട്ടൊന്നുമില്ല. ഒരു ക്ഷേത്രമായിട്ട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇത്. ക്ഷേത്രം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ക്ഷേത്രത്തിനകത്ത് വിഗ്രഹങ്ങളൊന്നും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. ക്ഷേത്ര നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടാറായ സമയത്ത് എന്തോ ആകസ്മികമായി ഇത് സംഭവിച്ചു കാണും. അതിന്റെ ഫലമായി ആ ക്ഷേത്രം പൂർണ്ണമായും മണ്ണിട്ട് മൂടുകയായിരുന്നു എന്ന് അതിന്റെ ഒരു കിടപ്പ് കാണുന്ന ആർക്കും മനസ്സിലാവും. മാർക്ക് ഉള്ളിൽ അവർ കണ്ട കാഴ്ചകളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. ആ ക്ഷേത്രത്തിലേക്ക് ആരും അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ നിർമ്മാതാക്കൾ അവിടെ ഒരു കില്ലിംഗ് ഫോർമേഷൻ ചെയ്തിട്ടിരിക്കുന്നത്. മാർക്കും സെയിന്റ് സ്കൂവും കൂടി അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം അതിവേഗം കടന്നുപോയി. ഏകദേശം ഒരു 2 മണിക്കൂറുകൾ കഴിഞ്ഞതും ആ അമ്പലത്തിനകത്തുനിന്ന് പിന്നെയും ആളുകൾ പുറത്തേക്ക് വന്നു. ബ്ലാക്ക് കുടുംബത്തിന്റെ ബ്രയാനും ഷീ കുടുംബത്തിന്റെ ഷിഫോങ്ങും ആ 2 പാത്ത് ഫൈൻഡേഴ്സുമാണ് പുറത്തേക്ക് വന്നത്. പക്ഷെ ആ 4 സംഘം ഒരു കാഴ്ച തന്നെയാണ്. അവരുടെ ഡ്രസ്സുകളൊക്കെ കീറി പറഞ്ഞിരിക്കുകയാണ്. ദേഹം മുഴുവൻ മുറിവേറ്റിട്ടുണ്ട്. മരണത്തിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് ആ കാഴ്ച കാണുന്ന ആർക്കും അറിയാം. ആ 4 സംഘത്തിനെ കണ്ടതും സെയിന്റ് സ്കൂ ഓടി അവരുടെ അടുത്തേക്ക് ചെന്നു. സെയിന്റ് സ്കൂ അവരെ കണ്ട് അവരോട് ചോദിച്ചു, എന്താ പറ്റിയേ? ഗൂ, ഞങ്ങള് ശരിക്കും ആക്രമിക്കപ്പെട്ടു. അകത്ത് കില്ലിംഗ് ഫോർമേഷൻ ഒരുപാടുണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അങ്ങനെ പറഞ്ഞ ബ്രയാൻ പെട്ടെന്നാണ് സെയിന്റ് സ്കൂവിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയത്. സെയിന്റ് സ്കൂവിന് ഒരു പരിക്കുമില്ല. സെയിന്റ് സ്കൂവും മാർക്കും അവർക്ക് പുറകിൽ ഉണ്ടായിരുന്ന കക്ഷികളാണ്. സെയിന്റ് സ്കൂവിന് പരിക്കില്ല എന്ന് കണ്ടതും അയാൾ തിരിഞ്ഞ് അവിടെ ഇവിടെ നോക്കിയപ്പോൾ മാർക്കിനെ കണ്ടു. മാർക്കിന് ഒരു പരിക്കുമില്ല. ഇവർക്ക് 2 പേർക്ക് പരിക്കൊന്നുമില്ലേ? ഹേയ് സെയിന്റസ്, എന്താ സംഭവിച്ചത്? ഞങ്ങള് അകത്തൊക്കെ പോയി കണ്ടു, എന്നിട്ട് ഒന്നും കിട്ടിയില്ലേ? അവിടെ ഒന്നും ഇല്ലായിരുന്നു. സെയിന്റസ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്. ആ മറുപടി കേട്ടുകൊണ്ടാ മാർക്ക് അങ്ങോട്ട് വന്നത്. മാർക്കിനെ കണ്ടതും ബ്രയൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ശരിക്കും ഒരു മാസ്റ്റർ പാത്ത് ഫൈൻഡർ ആണല്ലേ? പാത്ത് ഫൈൻഡേഴ്സ് 2 പേർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അവരെക്കാൾ മിടുക്കനായ ഒരു പാത്ത് ഫൈൻഡറാണ് മാർക്കെന്ന് ഇപ്പൊ അവർക്ക് ബോധ്യമായിരിക്കുകയാണ്. മാർക്ക് പറഞ്ഞ വഴി കൂടെ പോയിരുന്നെങ്കിൽ അവർക്ക് പരിക്ക് പറ്റില്ലായിരുന്നു. ഷിഫോങ് ഈ സമയത്ത് നിശബ്ദനായി നിൽക്കുകയാണ്. ഷിഫോങ് മാർക്കിനെ അയാൾ തല മുതൽ കാൽപാദം വരെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നിനക്ക് എന്താ അകത്തുനിന്ന് കിട്ടിയത്? സെയിന്റസ് പറഞ്ഞില്ലേ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങള് തെറ്റായ വഴി കൂടെ പോയത്. അതൊരു കുത്തുള്ള ഡയലോഗാണ്. ശരിയായ വഴിയിലൂടെ പോയത് ബ്രയനും സംഘവുമാണ്. മാർക്കും സെയിന്റസും പോയത് തെറ്റായ വഴിയിലേക്കൂടെയാണ്. തെറ്റായ വഴി കൂടെ പോയാൽ ഒന്നും കിട്ടത്തില്ലല്ലോ. മാർക്ക് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അവര് മാർക്കിനോട് മറുപടി പറയാൻ പോയതും സെയിന്റ് സ്കൂ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോടൊപ്പം എൻ്റെ മിസ്റ്റിക് വേൾഡിലേക്ക് വാ. നിങ്ങളുടെ ഈ പരിക്ക് ഭേദമായിട്ട് നിങ്ങൾ യാത്ര ചെയ്താൽ മതി. ഈ രീതിയിൽ എങ്ങോട്ടെങ്കിലും ചെന്നാൽ അത് ശരിയാവില്ല. ഗോ കുടുംബത്തിന്റെ അധീനതയിലുള്ള ഒരു സ്ഥലത്താണ് ആ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രം എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലെ 2 യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് യങ് മാസ്റ്റേഴ്സ്, അതുപോലെ പരിക്കേറ്റ് പുറത്തു പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് സെയിന്റ് സ്കൂ അവരെ കൂടെ വിളിച്ചത്. എന്തായാലും മാർക്കും ചാങ്മാങ്ങും സെയിന്റ് സ്കൂവിനൊപ്പം തന്നെ യാത്ര തിരിച്ചു. ആ സംഘം സെയിന്റ് സ്കൂവിന്റെ ഷിപ്പിൽ അവസാനം
ആ മിസ്റ്റിക് വേൾഡിലെത്തി. മിസ്റ്റിക് വേൾഡിനകത്തേക്ക് മാർക്കും ചാങ്മാങ്ങും കടക്കുമ്പോൾ അവര് രണ്ടും ഞെട്ടലോട് ഞെട്ടലാണ്. ശരിക്കും ഭൂമിയിൽ അവിടെ ആ പൈറുടെ തലസ്ഥാനത്ത് അവർ മിസ്റ്റിക് വേൾഡ് കണ്ടതാണ്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡും ഫസ്റ്റ് മിസ്റ്റിക് വേൾഡും അതൊന്നും മിസ്റ്റിക് വേൾഡേ അല്ല എന്ന് പറയുന്ന ശൈലിയിൽ ഒരു കാഴ്ചയാണ് ഇവിടെ സെയിന്റ് സ്കൂവിന്റെ മിസ്റ്റിക് വേൾഡ് അവിടെ മുന്നിൽ ഒരുക്കുന്നത്. അതിവിശാലമായൊരു ലോകം അതേ പറയാൻ പറ്റും. ശരിക്കും അതിമനോഹരമായ പൂന്തോട്ടവും വൃക്ഷങ്ങളും പുൽമേടുകളും നദിയും അതുപോലെ തടാകമൊക്കെ ഉള്ള ഒരു സ്വർഗതുല്യമായ സ്ഥലത്തേക്കാണ് യഥാർത്ഥത്തിൽ സെയിന്റ് സ്കൂ മാർക്കിനെ കൂട്ടരെ എത്തിച്ചത്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫ്ലോയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.